What a blessing and a joy it is to be here with you this morning. ഇനി പ്രഭാതത്തിൽ നിങ്ങളുമായി ആയിരിക്കുന്നത് എത്രയോ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. I count it a privilege to stand on this pulpit. ദൈവം ഇന്നെ ഈ പുൾപിറ്റിൽ നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I want to thank my dear friend Pastor Praveen and his family. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുമായ പാസ്റ്റർ പ്രവീണും കുടുംബത്തെ ഓർത്തും ദൈവത്തോട് നന്ദി പറയുന്നു. There are very few people you can say are friends. നമുക്ക് ജീവിതത്തിൽ ചിലരെ മാത്രമേ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. I smile at everybody. ഞാൻ എല്ലാരെയും നോക്കി ചിരിക്കാറുണ്ട്. I talk to everybody. ഞാൻ എല്ലാവരുമായി സംസാരിക്കാറുണ്ട്. But very few are very close to my heart. എന്നാൽ ചിലർ മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാര്. And he's one of them. അതിലൊരാളാണ് നമ്മുടെ പാസ്റ്റർ. That's why I was able to take him to Ukraine with me. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് യുക്രൈനിലേക്ക് യാത്ര പുറപ്പെട്ടത്. If you go to Ukraine, you pray more. നമ്മൾ യുക്രൈനിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും. Because of all the fights. അവിടെ നടക്കുന്ന യുദ്ധവും കാര്യങ്ങളെ ഓർത്ത്. I just came back. ഞാൻ മടങ്ങി വന്നു. Now recently from there. ഞാൻ വീണ്ടും അവിടെ പോയി മടങ്ങി വന്നു. I don't put on Facebook. I don't do all this nonsense. ഞാൻ ഫേസ്ബുക്കിലോ അങ്ങനെ ഒരു മീഡിയയിലും ഇതൊന്നും ഇടാറില്ല. I don't have time for it. എനിക്ക് അതിന് സമയവുമില്ല. I have time to do the things of God. എനിക്ക് ദൈവത്തിന്റെ വേലകൾ ചെയ്യുവാൻ സമയമുള്ളൂ. I am not looking for promotion. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുവാൻ നോക്കുന്നില്ല. I am not looking for an award. ഞാൻ എനിക്കൊരു പുരസ്കാരം ലഭിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. I am just looking to do what God has called me to do. എന്നാൽ ദൈവം എന്നെ എന്തിനു വിളിച്ചോ അത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. At the end, when I stand in front of him, I'll hear the word, "Well done, good and faithful servant." ആ നാളിൽ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നല്ല വിശ്വസ്തനായ ദാസനെ എന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Nothing more than that I want. അതിനെ ഉപരിയായി എനിക്ക് ഒന്നും ആവശ്യമില്ല. But God honors. എന്നാൽ ദൈവം നമ്മളെ ആദരിക്കുന്നു. God honors. ദൈവം നമ്മളെ ആദരിക്കുന്നു. I just won one of the most prestigious awards in the world. ഈ ലോകത്തിൽ ഒരു ശ്രേഷ്ഠമായ ഒരു പുരസ്കാരം എനിക്ക് ഈയിടെ ലഭിച്ചു. The award after Nobel Peace Prize. നോബൽ പ്രൈസിന് ശേഷമുള്ള ഒരു അവാർഡ്. It's the second best award in the world. ലോകത്തിൽ രണ്ടാമതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. For doing the rescue work in Afghanistan and in Ukraine. അഫ്ഗാനിസ്ഥാനിലും യുക്രൈനിലും രക്ഷാപ്രവർത്തനം ചെയ്തതിനുള്ള ഒരു പുരസ്കാരം. I didn't do it for an award. ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയല്ല ചെയ്തത്. I did it for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. But the Lord honored. എന്നാൽ ദൈവം എന്നെ മാനിച്ചു. And when I stood on the pulpit, ഞാൻ ഇന്ന് ഈ വേദിയിലായിരിക്കുമ്പോൾ, when I was standing on that receiving the award, ഞാൻ ഈ പുരസ്കാരം ലഭിക്കുന്ന ആ വേളയില് they asked me, what do you have to say? അവരെന്നോട് ചോദിച്ചു, എന്തെങ്കിലും പറയുവാനുണ്ടോ? I said, this is what Jesus wants me to do. ഞാൻ പറഞ്ഞു, ഇതാണ് യേശു എന്നിലൂടെ ചെയ്യുവാൻ They ആഗ്രഹിക്കുന്നത്. tried to take the mic away. അവരെന്നിൽ നിന്ന് മൈക്ക് എടുത്ത് മാറ്റുവാൻ ശ്രമിച്ചു. So I turned to the side. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. And I said, I'm called to be the hand and feet of Jesus. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കരവുമായിട്ട് ദൈവത്തിന്റെ പാദങ്ങളുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. And I will follow him and I will do what he wants me to do. ദൈവം എന്നിൽ നിന്ന് എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അത് ചെയ്യുവാൻ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. And I just gave the mic back to them. അതിനുശേഷം ഞാൻ എന്റെ മൈക്ക് അവർക്ക് തിരിച്ചു നൽകി. There were some Christians in the award ceremony. ആ വേദിയിൽ കുറെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. And they said to me, അവരിപ്രകാരം പറഞ്ഞു, you are the first one ever to speak so boldly. നിങ്ങളിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ശക്തമായി പറയുന്ന ഒരാളെ കാണുന്നത്. I said, I don't care I get an award or I don't get an award. ഞാൻ പറഞ്ഞു, എനിക്കൊരു അവാർഡ് തന്നാലും തന്നില്ലെങ്കിലും ശരി, It's all about Jesus. ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. That should be our life. അതായിരിക്കണം നമ്മുടെ ജീവിതം. That should be our service unto the Lord. അതായിരിക്കണം നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത്. I'll be here with you today. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. Tomorrow. നാളെ. And tomorrow night I have to drive back home. നാളെ രാത്രി ഞാൻ എന്റെ ഭവനത്തിലേക്ക് യാത്രയാകും. Visit my wife and my son. ഞാൻ എന്റെ ഭാര്യയും മകനെയും ഒന്ന് കാണും. And early morning 4 o'clock I fly to India. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ 4 മണിക്ക് ഞാൻ ഇന്ത്യയിലേക്ക് യാത്രയാകുകയാണ്. 2 days in Delhi. 2 ദിവസം ഡൽഹിയില്. 3 days in Kerala. 3 ദിവസം കേരളത്തിൽ. I turn around and come back. അതിനുശേഷം ഞാൻ മടങ്ങി വരും. Please keep me in prayers. നിങ്ങൾ എല്ലാവരും എന്നെ വഹിച്ച് പ്രാർത്ഥിക്കണം. That I will have the strength. എനിക്ക് ദൈവം ബലം നൽകാൻ. I'll be here for 1 day in UK. യുകെയിൽ ഒരു ദിവസം ഉണ്ടായിരിക്കും. I come to visit my wife once in a while. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്റെ ഭാര്യയെ വന്ന് സന്ദർശിക്കാറുണ്ട്. I just heard your pastor say. ഞാൻ നമ്മുടെ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ കേട്ടു. That husbands need to have the grace.
ഭർത്താക്കന്മാർക്ക് ഒരു കൃപ വേണം. So my wife's name is Grace. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ പേര് തന്നെ കൃപ എന്നാണ്. So I need to spend more time with her. അതുകൊണ്ട് ഞാൻ അറിയുന്നു ഞാൻ കുറച്ചും കൂടി സമയം ചെലവഴിക്കണം. But I'll be home for one day. എന്നാൽ ഞാൻ ഭവനത്തിൽ ഒരു ദിവസം ഉണ്ടാവും. Then I'll fly out again to Switzerland. ഞാൻ അതിനുശേഷം സ്വിറ്റ്സർലൻഡിലേക്ക് കടന്നു പോകും. Conduct a wedding. അവിടെ ഒരു വിവാഹ ശുശ്രൂഷയുണ്ട്. And then I'll fly back. അതിനുശേഷം ഞാൻ മടങ്ങി വരും. So I need your prayers. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് But പ്രാർത്ഥിക്കണം. this morning, let's get into the word and let's look to the Lord. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വചനത്തിലേക്ക് വരാം, നമുക്ക് ദൈവമുഖം നോക്കാം. Because it's all about Him, not about us. കാരണം നമ്മൾ പറയുന്നതെല്ലാം ക്രിസ്തുവാണ്, നമ്മളിൽ ഒന്നുമില്ല. Blessing will come, blessing will go one day. ബ്ലസ്സൻ പാസ്റ്റർ വരും, ഒരു ദിവസം വരും, മറ്റു ദിവസം കടന്നു പോകും. But God will always remain and He is constant. ആമേൻ. എന്നാൽ ദൈവം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവം നമ്മുടെ മുൻപാകെ ഉണ്ടാകും. I want to say this very boldly. ഞാൻ വളരെ ധൈര്യത്തോടെ ഇത് പറയുന്നു. Before September will end, ഈ സെപ്റ്റംബർ അവസാനിക്കുന്നതിന് some മുൻപായിട്ട് of you need to start believing for miracles in your life. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. Every impossible situation, ഏത് അസാധ്യമായ സാഹചര്യമാണെങ്കിലും trust God to change it around for you. നിങ്ങൾക്ക് വേണ്ടി ദൈവം അതിനെ തിരിക്കുന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. God knows how to change things around ദൈവത്തിന് അറിയാം എങ്ങനെ കാര്യങ്ങളെ മാറ്റിമറിക്കണം. because He is a miracle working God. ആമേൻ. കാരണം ദൈവമാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. And He will do great and mighty things. ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. Open your Bible to the book of Judges, നമുക്ക് ജഡ്ജസിന്റെ പുസ്തകം chapter 13, 13-ാം അധ്യായം verse 1. 1-ാം വാക്യം. ജഡ്ജസ് Chapter 13, 13-ാം അധ്യായം verse 1. 1-ാം വാക്യം. And the children of Israel did evil in the sight of the Lord, and the Lord delivered them for 40 years into captivity in the hands of the Philistines. നമ്മൾ അവിടെ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായതുള്ളതും ഒക്കെയും ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യർ കയ്യിൽ ഏൽപ്പിച്ചു. And the children of Israel. അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾ. If you study very carefully, നമ്മളത് ഗഹനമായി വായിച്ചാൽ it says children. അവിടെ പറയുന്നത് മക്കൾ എന്നാണ്. It doesn't say adults. അവിടെ മുതിർന്നവർ എന്നല്ല പറയുന്നത്. Many of us നമ്മളിൽ പലരും love to remain as children. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളായിരിക്കാനാണ് താല്പര്യം. God is looking for mature believers. എന്നാൽ ദൈവം കാണുന്നത് പക്വതയുള്ള വിശ്വാസികളെ നോക്കുകയാണ്. Children make mistakes again and again. മക്കൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കും. But when we grow up, എന്നാൽ നമ്മൾ വളർന്നു we വരുമ്പോൾ know what is right and what is wrong. നമുക്ക് ശരിയേത് തെറ്റേത് എന്ന് നമുക്കറിയാം. We need to become adults. നമ്മൾ എല്ലാവരും പ്രായപൂർത്തിയായവരായിരിക്കണം. You are not still drinking from the milk bottle. നമ്മൾ ഇപ്പോഴും ബോട്ടിലിൽ നിന്ന് പാല് കുടിക്കുന്നവരല്ല. You are not wearing a diaper. നമുക്ക് ആർക്കും ഡൈപ്പേഴ്സിന്റെ ആവശ്യമില്ല. Only children do that. അത് കുഞ്ഞുങ്ങൾക്കാണ് ആവശ്യം. As a believer, നമ്മളൊരു വിശ്വാസികളായിരിക്കുമ്പോൾ you got to grow up in your life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പക്വത പ്രാപിക്കണം. What were you last year? നിങ്ങൾ എന്തായിരുന്നു കഴിഞ്ഞ വർഷം? Where are you this year? ഈ വർഷം നിങ്ങൾ എവിടെയാണ്? Next year, where are you going to be? അടുത്ത വർഷം നിങ്ങൾ എവിടെ ആയിരിക്കും? Every year we grow 1 year older. ഓരോ വർഷം കഴിയും തോറും നമുക്ക് ഓരോ വയസ്സ് കൂടി വരികയാണ്. Spiritually, have you grown? നമ്മൾ ആത്മീയമായി വളരുന്നുണ്ടോ? Church is not about attendance. സഭായോഗം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ വന്നു എന്ന് കാണിക്കുവാനല്ല. Church is not, oh, pastor, see me, I'm here. പാസ്റ്ററിനെ കാണിക്കുവാൻ വേണ്ടി കടന്നു വരേണ്ട സ്ഥലമല്ല. Church is a place to worship the Lord. സഭ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. And grow in Him. ദൈവത്തിൽ നമ്മൾ വളരേണ്ട സ്ഥലമാണ്. ആമേൻ. Are we growing? നമ്മൾ വളരുന്നുണ്ടോ? The children of Israel did evil in the sight of the Lord. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് മുൻപേ പാപം ചെയ്തു. Who are these children of Israel? ആരാണ് ഇസ്രായേൽ മക്കൾ? Covenant people. അവർക്കെല്ലാം ഉടമ്പടി ലഭിച്ചവരാണ്. They are covenant people. അവരെല്ലാം ഉടമ്പടി But they ലഭിച്ചവരാണ്. are doing wrong in the sight of God. പക്ഷെ ഇപ്പോൾ അവർ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്യുന്നു. You are covenant people. നമ്മൾ എല്ലാവരും ഉടമ്പടി Now ചെയ്തവരാണ്. the question arises, are you doing what is right in the sight of God? എന്നാൽ ചോദ്യം എന്ന് പറയുന്ന ദൈവസന്നിധിയിൽ നമ്മൾ നീതിയോടെ ചെയ്യുന്നുണ്ടോ? Don't do it for your pastor. നിങ്ങളുടെ ദൈവദാസന് വേണ്ടി ചെയ്യണ്ട. Don't do it for your husband. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചെയ്യണ്ട. Don't do it for your wife. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി Don't ചെയ്യണ്ട. do it for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി Do ചെയ്യണ്ട. it for the Lord. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം. That's what Joseph said. അതാണ് യോസഫ് പറഞ്ഞത്. How can I sin? There is still God. യോസഫ് പറഞ്ഞ ദൈവം കാണുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? There is God still there. ദൈവം ഇപ്പോഴും ഉണ്ട്. See, we need to ask ourselves, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. as covenant people,
നമ്മൾ ഉടമ്പടി ചെയ്തവരായതുകൊണ്ട് How strong is our covenant? നമ്മുടെ ഉടമ്പടി എത്ര ബലമുള്ളതാണ്. My wife, എന്റെ ഭാര്യ, I love her. എനിക്ക് വളരെ ഇഷ്ടമാണ്. She's my wife. അവൾ എന്റെ ഭാര്യയാണ്. I don't love my neighbor's wife. ഞാൻ എന്റെ അയൽക്കാരന്റെ ഭാര്യയെ സ്നേഹിക്കാറില്ല. And I tell my wife, I love you. ഞാൻ എന്റെ ഭാര്യയോട് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. You know why? നിങ്ങൾക്ക് അറിയാമോ? Because I want her to know. കാരണം ഞാൻ അവളത് അറിയണം. I have a covenant with her. ഞാൻ അവളുമായി ഉടമ്പടി ചെയ്തതാണ്. And I honor my covenant. ഞാൻ എന്റെ ഉടമ്പടിയെ ആദരിക്കുന്നു. It's not just in my heart. അതിന്റെ ഹൃദയത്തിൽ മാത്രമല്ല, It's in my speaking action too. അതിന്റെ പ്രവൃത്തിയിലും എന്റെ സംസാരത്തിലും അതുണ്ട്. I have a covenant with her. ഞാൻ അവളുമായി ഉടമ്പടി ചെയ്തു. What kind of marriage life do you have? ഏത് തരത്തിലുള്ള ഒരു വിവാഹ ജീവിതമാണ് നിങ്ങളുടെ? One sleeps this side, one sleeps that side. ഒരാൾ ഇപ്പുറത്ത് കിടന്നുറങ്ങുന്നു, ഒരാൾ മറിഞ്ഞു കിടന്നുറങ്ങുന്നു. God has put us together. ദൈവം നമ്മളെ ഒരുമിപ്പിച്ചതാണ്. God has put us together. ദൈവം നമ്മളെ ഒന്നാക്കിയതാണ്. Let's live together as a family. നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കണം. Let's create heaven on earth in our family. നമ്മുടെ കുടുംബത്തിൽ സ്വർഗം ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. It's time for the presence of God to move in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം പ്രവർത്തിക്കേണ്ട കാലമാണ് ഇത്. I don't want to talk about the presence. എനിക്ക് ഇന്നത്തെ കാലത്തെ കുറിച്ച് പറയണ്ട. I want to talk about I want to walk in the presence of God. എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുന്നതാണ് ഇഷ്ടം. They did evil in the sight of the Lord. അവർ ദൈവത്തിന്റെ മുൻപാകെ പാപം ചെയ്തു. What are we doing നമ്മൾ എന്താണ് when ചെയ്യുന്നത്? nobody is watching? നമ്മളെ ആരാണ് നോക്കുന്നത്? Our children are watching. നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നുണ്ട്. And your children learn from you. നമ്മുടെ മക്കൾ നമ്മളെ നോക്കിയാണ് പഠിക്കുന്നത്. How do you treat your wife? നമ്മൾ നമ്മുടെ ഭാര്യയെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? How do you treat your husband? നമ്മൾ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? When I get angry, എനിക്ക് ദേഷ്യം വരുമ്പോൾ I say to my children, ഞാൻ എന്റെ മക്കളോട് ഇങ്ങനെ പറയും. when I get angry with them, എനിക്ക് ദേഷ്യം വരുമ്പോൾ, you are too intelligent to make a mistake like this. ഞാൻ പറയും, ഇങ്ങനെതായ ഒരു തെറ്റ് ചെയ്യുവാൻ നിനക്ക് ഇത് ഇത്തരം പോലും നിനക്ക് ജ്ഞാനം ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ചെയ്തു എന്ന് ചോദിക്കും. Because I want to speak life over them. കാരണം ഞാൻ അവരിൽ ജീവൻ പകരുവാൻ ആഗ്രഹിക്കുന്നു. I don't want to call them manda. എനിക്ക് അവരെ മണ്ടരെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. I don't want to call them stupid. ഞാൻ അവനെ വിഡ്ഢിയാന്ന് പറയാൻ I want to ആഗ്രഹിക്കുന്നില്ല. tell them that you are too intelligent. ഞാൻ പറയാം, നീ വളരെ ജ്ഞാനിയാണ്. They are a covenant with me. അവരും ഞാനുമായിട്ടൊരു ഉടമ്പടിയുണ്ട്. Because they are the gift from the Lord to me. കാരണം ദൈവം എനിക്ക് തന്ന ഒരു ദാനമാണ് അവർ. My job is to build them up. എന്റെ ജോലി എന്ന് പറയുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരിക. Speak life over your marriage. അവർ നമ്മുടെ വിവാഹത്തിന്മേൽ ജീവൻ നമ്മൾ Speak സംസാരിക്കുക. life over your church. നമ്മുടെ സഭയ്ക്ക് മേൽ ജീവൻ പ്രഖ്യാപിക്കുക. Speak life in every area of your life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ജീവൻ പ്രഖ്യാപിക്കുക. See, when we do right in the sight of God, നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ നീതിയോടെ നടക്കുമ്പോൾ God will honor us. ദൈവം നമ്മളെ മാനിക്കും. God will bless us. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. God will open up the doors that no one can open. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ മറ്റാർക്കും നമുക്ക് വേണ്ടി തുറക്കുവാൻ I സാധ്യമല്ല. believe in supernatural doors opening. ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതകരമായ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. The people of Israel did evil in the sight of the Lord. ഇവിടെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ ദൈവത്തിന് മുൻപാകെ പാപം ചെയ്തു. But I believe there was a praying couple there. ഞാൻ വിശ്വസിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. In verse 3, അവിടെ 3-ാം വാക്യം, it says, and the angel of the Lord appeared. അവിടെ പറയുന്നത് ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നു. And it says to this woman, ആ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, you are sterile, നീ you are barren, അവിടെ പറയുന്ന നീ മച്ചിയല്ലോ, but thou shalt conceive and bear a son. പറയുന്ന എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. A woman not having a child is cursed. നമുക്കറിയാം, മക്കൾ ഉണ്ടാവാത്ത ഒരു സ്ത്രീ എല്ലാരും ശപിക്കും. But because somebody was willing to pray, എന്നാൽ ആരോ പ്രാർത്ഥിക്കാൻ ഒരുക്കപ്പെട്ടതുകൊണ്ട് God was ready to turn the circumstances around. ദൈവം ആ സാഹചര്യത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു. Your prayer has the power to turn the circumstances around. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാനുള്ള കഴിവുണ്ട്. People around you may be sinning. നമ്മുടെ ചുറ്റും ആൾക്കാർ പാപം People ചെയ്യുമായിരിക്കും. may be living a wrong life. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ തെറ്റായി But ജീവിക്കുമായിരിക്കാം. if we get on our knees and pray, എന്നാൽ നമ്മൾ മുട്ടുകളെ മടക്കി നമ്മൾ we പ്രാർത്ഥിക്കുമ്പോൾ will see the glory and the power of the Lord. ആമേൻ, നമ്മൾ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും. You can't shut us out. ആർക്കും നമ്മളെ മാറ്റി നിർത്തുവാൻ Nobody കഴിയില്ല. can remove us. ആരെയും നമ്മളെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. Because when I came into ministry, കാരണം ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ everybody said you are
uneducated. എല്ലാരും പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള Or വിദ്യാഭ്യാസമില്ല, you have never gone to a theological college. നീ ഒരു ബൈബിൾ സെമിനാരിൽ പോയിട്ടില്ല, You have not done anything much in your life. നിന്റെ ജീവിതത്തിൽ ഒരുപാടൊന്നും നീ ചെയ്തിട്ടില്ല, All you did was business in your life. നിന്റെ ജീവിതത്തിൽ ആകെ ചെയ്തത് ബിസിനസ് ആണ്. But when I got on my knees, എന്നാൽ ഞാൻ മുട്ടുകൾ when I മടക്കിയപ്പോൾ took time in the presence of God ഞാൻ ദൈവസന്നിധിയിൽ സമയങ്ങൾ and ചെലവഴിച്ചപ്പോൾ allowed God to move in my life, ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ കൊടുത്തു. doors started to fling open in nations. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി രാജ്യങ്ങളെ തുറന്നു തരുവാൻ God തുടങ്ങി. started to honor me around the world. ദൈവം എന്നെ ലോകമെമ്പാടും ആദരിക്കുവാൻ തുടങ്ങി. People started to call me. എല്ലാരും എന്നെ വിളിക്കുവാൻ തുടങ്ങി. Why? എന്തുകൊണ്ട്? In the midst of barrenness, കാരണം എന്റെ ആ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയില് somebody prayed ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. and the angel of the Lord turned up. ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. The angel of the Lord wants to turn up in your life. ദൈവത്തിന്റെ ദൂതന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുവാൻ ആഗ്രഹമുണ്ട്. The angel of the Lord turned up for Jacob. അവിടെ കാണുന്നു യാക്കോബിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. He has nothing. അവന്റെ കയ്യിൽ ഒന്നുമില്ല, Barrenness. ഒന്നും ശൂന്യത, Not even a pillow. ഒരു തലവണ പോലുമില്ല. He's putting his head on a rock to sleep. തന്റെ തല ഒരു കല്ലിന്മേലാണ് താൻ വെച്ചത്. But that night, എന്നാൽ അതേ രാത്രി in his barrenness, ആ ശൂന്യതയുടെ the അവസ്ഥയില് blessing that was spoken over him by his father, ആമേൻ, തന്റെ പിതാവിനോട് ദൈവം കൽപ്പിച്ച ആ അനുഗ്രഹങ്ങള്, oh, that was turning around things for him. ആ അനുഗ്രഹങ്ങളെല്ലാം അവന്റെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. And the angel of the Lord started to ascend and descend. അവിടെ ദൂതന്മാർ വന്ന് ഇറങ്ങിയും പോകുന്നതുമായ കാഴ്ച കണ്ടു. It went up first and then it came down. അവിടെ പറയുന്നത് മേലോട്ടും താഴോട്ടും വന്നു എന്നാണ്. It does not say it came down and it went up. അവിടെ പറയുന്നത് മേലിൽ നിന്ന് താഴെ വന്നു പിന്നെ പോയെന്നല്ല. It went from down to up. അവിടെ പറയുന്നത് താഴെ നിന്ന് മേലോട്ട് പോയി. The father's prayers, പിതാവിന്റെ പ്രാർത്ഥനകൾ, the words spoken by the father, പിതാവ് പറഞ്ഞ ആ വാക്കുകള് made the angels go with this young boy ഈ പൈതലിന്റെ കൂടെ ആ ദൂതന്മാർ ആ വാക്കുള്ളത് കൊണ്ട് വന്നു and turn his circumstances around. അവന്റെ സാഹചര്യങ്ങൾ മുഴുവനായി മാറ്റിമറിച്ചു. Your prayer has the power to turn circumstances around. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. You may not see it right now. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് പ്രാപിച്ചൊന്നും വരികയില്ല. Keep on praying. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, Pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിക്കുക, Keep on praying. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Like there is no tomorrow. നാളെ ഒരു ദിവസം ഇല്ലാത്ത പോലെ Keep on പ്രാർത്ഥിക്കുക. praying. പ്രാർത്ഥനയിൽ കഴിയുക, Keep on seeking his face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. You watch and see how God opens up the doors. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ നിങ്ങൾ You നോക്കുക. watch and see how God honors you. ദൈവം നിങ്ങളെ എങ്ങനെ ആദരിക്കുന്നു നിങ്ങൾ നോക്കുക. People can leave you. ജനങ്ങൾ നിങ്ങളെ വിട്ടേക്കാം, People can walk away from you. ആൾക്കാർ നിങ്ങളെ But ഉപേക്ഷിച്ചേക്കാം. God will never leave you nor will He forsake you. ദൈവം ഒരു കാലത്തും നമ്മളെ കൈവിടുകയില്ല, നമ്മളെ God will ഉപേക്ഷിക്കുകയില്ല. show His glory upon your life. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നെ മഹത്വം കാണിച്ചു തരും. The angel of the Lord came and said, you shall no more be barren. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും മച്ചിയായിരിക്കുകയില്ല. Somebody say, no more barren. നമുക്ക് ഒരുമിച്ച് പറയാം, മച്ചിയായിരിക്കുകയില്ല. God doesn't want you to live a barren life. ദൈവം ഒരിക്കലും നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. God has not called you to live a life of shortage. ദൈവം നമ്മുടെ ദാരിദ്ര്യമായി ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God has not called you to be living a life of squeeziness. ഒന്നുമില്ലായ്മയിൽ ഞെരുക്കത്തിന്റെ അനുഭവത്തിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God has called you to live a life of abundance. ദൈവം സമൃദ്ധിയുടെ ഒരു ജീവിതം നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. The God that I serve is a God of abundance. ഞാൻ സേവിക്കുന്ന ദൈവം സമൃദ്ധിയുടെ ഒരു ദൈവമാണ്. In the book of Numbers, നമ്മൾ നമ്പേഴ്സിന്റെ പുസ്തകം there നോക്കിയാൽ is a rod of Aaron. അവിടെ അഹരോന്റെ വടി കാണുന്നുണ്ട്. Oh, it is barren. അതിനകത്ത് It ശൂന്യതയാണ്, is dead. അത് മരിച്ചതാണ്, There is nothing there. അതിനകത്ത് ഒന്നുമില്ല. But because of the presence of God, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് it started to bear flowers. അതിന്മേൽ പൂക്കൾ വരുവാൻ തുടങ്ങി. Water was not put over there. അവിടെ വെള്ളമൊന്നുമല്ലായിരുന്നു. It was not planted back in the ground. അത് തിരിച്ച് മണ്ണിലേക്ക് But the നഷ്ടപ്പെട്ടില്ല. glory of the Lord turned up ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി and വന്നു. turned the circumstances around. അവിടെ ആ സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. We have a God that turns circumstances around. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു നല്ലവനായ ദൈവം നമുക്കുണ്ട്. This day I believe ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, that God is going to turn your circumstances around. ദൈവം നിങ്ങളെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കുന്നു. We have a young man in our church, 80 years old, called Richard.
ഞങ്ങളുടെ സഭയിൽ 80 വയസ്സുകാരനായ ഒരു മനുഷ്യനുണ്ട്. He's one of the preachers in our church. ഞങ്ങളുടെ സഭയിൽ ഒരു ശക്തനായ ദേവദാസനാണ്. And he had a stroke in the month of February. ഫെബ്രുവരി മാസത്തിൽ തനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. I was preaching in India. ഞാൻ ആ സമയത്ത് ഇന്ത്യയിൽ I got a പ്രസംഗിച്ചുകൊണ്ടിരുന്നു. phone call and said Richard had a stroke. എന്നോട് ഇങ്ങനെ ഫോണിൽ പറഞ്ഞു റിച്ചാർഡിന് സ്ട്രോക്ക് ഉണ്ടായി. I flew back. ഞാൻ തിരിച്ചു പറഞ്ഞു. I landed on Sunday morning. ഞാൻ ഞായറാഴ്ച അവിടെ എത്തി. Preached in my church. ഞാൻ എന്റെ സഭയിൽ പ്രസംഗിച്ചു. Ran to the hospital. ഞാൻ ആശുപത്രിയിലേക്ക് പോയി. But Richard joined us online. ആ സമയത്ത് റിച്ചാർഡ് ഓൺലൈനിൽ വന്നു. I looked when I was preaching on Sunday morning. ഞാൻ ഞായറാഴ്ച പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ He came online on my Zoom. ആ സൂമിൽ ഓൺലൈൻ ആയിട്ട് വന്നു. I looked at him. ഞാൻ അദ്ദേഹത്തെ നോക്കി. And I said, Richard, ഞാൻ പറഞ്ഞു റിച്ചാർഡ്, I'm going to sing a song for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാൻ പോകുന്നു. And I started to sing. ഞാനൊരു പാട്ട് പാടി. I made the church members stand up. ഞാൻ എല്ലാ സഭാ വിശ്വാസികളോട് എണീക്കുവാൻ I പറഞ്ഞു. said, sing with me. എല്ലാവരും ഒരുമിച്ച് പാടുവാൻ പറഞ്ഞു. The song is very simple song. ആ പാട്ട് വളരെ ലളിതമായ ഒരു പാട്ടാണ്. What the enemy meant for evil, ദോഷമായി ശത്രു ചിന്തിച്ച he കാര്യം will turn it around. ദൈവം അത് നല്ലതിനു വേണ്ടി മാറ്റിമറിക്കും. What the enemy meant for evil, ദോഷമായി പ്രവർത്തിക്കുന്ന God ശത്രു will turn it around. ദൈവം ആ പ്രവൃത്തിയെ നന്മയായി മാറ്റും. What the evil one meant for shame, നാണക്കെടുവാൻ മാനക്കെടുവാൻ സാത്താൻ ഒരുക്കിയ പദ്ധതികൾ God will turn it around. ദൈവം അത് നമുക്ക് നന്മയ്ക്കായി മാറ്റി തരും. Richard is sitting with a stroke. ആ സമയത്ത് റിച്ചാർഡ് വളരെ When ക്ഷീണിതനായിരിക്കുന്നു. we used to say turn it around, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ദൈവം മാറ്റിമറിക്കുമെന്ന് പറഞ്ഞപ്പോൾ everybody will start turning in the church. സഭയിൽ എല്ലാവരും ഇങ്ങനെ തിരിയുവാൻ തുടങ്ങി. Richard can't get up from his chair even. റിച്ചാർഡിന്റെ കസേരയിൽ എണീക്കുവാൻ പോലും സാധ്യമല്ല. He's sitting in the bed. ആ കട്ടിലേൽ ഇങ്ങനെ But his കിടന്നാണ്. one finger would go up. ആ സമയത്ത് ഒരു വിരൽ എണീറ്റു. And he will move it around. ആ ഒരു വിരൽ താൻ He ചലിക്കുവാൻ believed തുടങ്ങി. that God will turn it around. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എല്ലാം മാറ്റിമറിക്കും. They said it'll take minimum 6 months അവര് പറഞ്ഞു 6 മാസം for him to start moving a bit more. ഇച്ചിരിയെങ്കിലും അനങ്ങണമെങ്കിൽ 6 മാസം. They said 2 years അവര് പറഞ്ഞു 2 for വർഷം him to recover. എണീറ്റ് വരാൻ 2 I വർഷം. said to Richard, ഞാൻ റിച്ചാർഡിനോട് I have പറഞ്ഞു a God എനിക്കുള്ള ദൈവം who's bigger than all these doctors. ഈ ഡോക്ടേഴ്സിനെക്കാളും വലിയവനായ He ദൈവം will turn it around. എല്ലാം മാറ്റിമറിക്കും. In 6 weeks' time, 6 ആഴ്ച കഴിഞ്ഞപ്പോൾ he was discharged from the hospital. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. He is the carer for his wife right now. ഇപ്പോൾ താൻ തന്റെ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. The BBC wanted to interview him. BBC വന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്യുവാൻ ആഗ്രഹിച്ചു. How come you get healed so fast? എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചത്? He said, it's Jesus Christ of Nazareth, not the doctors. അത് പറഞ്ഞു നസറനായ യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. They took the mic away. അവരെല്ലാരും മൈക്ക് എടുത്തു മാറ്റി. He said, well, I'm going to tell you the truth. ഞാൻ സത്യം പറയാൻ പോകുന്നു. I thank God for the doctors. ഞാൻ ഒരുപാട് ഡോക്ടർമാരെ But I കണ്ടു. know it was Jesus who did it. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന യേശു എന്നെ സൗഖ്യമാക്കി. Because the doctor said minimum 6 months. കാരണം ഡോക്ടർമാർ പറഞ്ഞത് 6 മാസക്കാലം. Listen to me. God is about to turn things around in your life. ദൈവം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ മാറ്റി മറിക്കുന്ന ദൈവമാണ്. And the word of the Lord said, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. the husband was not there. Manoah was not there. ആ സമയത്ത് മനോവ അവിടെ ഇല്ല. He says, ഇവിടെ പറയുന്നു he prayed a prayer. അവിടെ പ്രാർത്ഥിച്ചു. In verse 8, 8-ാം വാക്യം. and Manoah prayed to the Lord, അവിടെ മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു. oh Lord, I beg you, കർത്താവേ ഞാൻ യാചിക്കുന്നു. let the man of God you sent to us come back again and teach us how to bring up the child. നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. It's not only about having children. അവിടെ അർത്ഥം ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യം മാത്രമല്ല, It's better to ask the Lord how to bring up the child. ഒരു ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നും കൂടെ ദൈവത്തോട് നമ്മൾ If you do ചോദിക്കണം. not ask the Lord for strategies, ദൈവത്തോട് നമ്മൾ പദ്ധതികൾ ചോദിക്കുന്നില്ല എങ്കിൽ the world will suck our childs away. ഈ ലോകം നമ്മുടെ മക്കളെ വലിച്ചുകൊണ്ട് പോകും. The world is after our children. ഈ ലോകം നമ്മുടെ മക്കൾക്ക് പിന്നാലെയുണ്ട്. That's why we have to ask the Lord for strength. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കണം. We have to ask the Lord for wisdom. നമ്മൾ ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കണം. ആമേൻ. I do youth meetings. ഞാൻ യൂത്ത് മീറ്റിംഗുകൾ നടത്താറുണ്ട്. And one of the questions in the youth meeting was, യൂത്ത് മീറ്റിംഗിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, Pastor, what about this torn jeans? പാസ്റ്ററെ ഈ കീറിയ തുന്നൽ വിട്ട ജീൻസ് ഇടുന്നത് എങ്ങനെയാണ്? You know, this many preachers are wearing it these days. പല ദേവദാസന്മാരും ഈ ജീൻസുകൾ ഇടുന്നുണ്ടല്ലോ. What is your opinion about it? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? Is it okay? അത് ഓക്കെ ആണോ? And I said, I looked into my Bible.
ഞാൻ ബൈബിളിൽ നോക്കി. See, this is why you need to have wisdom of the Lord. അതുകൊണ്ടാണ് ദൈവത്തിന് ജ്ഞാനം നമുക്ക് വേണമെന്ന് പറയുന്നത്. I said I looked into my Bible in the book, Gospel of Mark. മർക്കോസിന്റെ സുവിശേഷം, It says a man was demon possessed and he tore his clothes. ഒരു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ തന്റെ വസ്ത്രം വലിച്ചു കീറി എന്നാണ് വായിക്കുന്നത്. I said, why do you want to wear then torn clothes? എന്തിനാണ് പിന്നെ കീറിയ വസ്ത്രം ധരിക്കുന്നത്? The Bible tells us to dress up well. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് മാന്യമായി വേഷം ധരിക്കുക എന്നാണ്. Somebody said to me yesterday, ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, Pastor, will you preach in shorts? നിങ്ങൾ ഷോർട്സ് ഇട്ട് പ്രസംഗിക്കുമോ? I said, never. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, Never. ഒരിക്കലുമില്ല. See, we want to change everything. നമുക്കെല്ലാം മാറ്റണം എന്നൊരു ആഗ്രഹമുണ്ട്. We are losing the focus of whom we are coming to worship the Lord. നമ്മൾ ആരെയാണ് ആരാധിക്കാൻ വരുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറുകയാണ്. It's not about my clothes. അതെന്റെ വേഷത്തിലല്ല, It's about my heart. എന്റെ ഹൃദയത്തിലാണ്. Coming into His presence. ദൈവസന്നിധിയിൽ വരുന്നു. Recognizing Him as the King of Kings and the Lord of Lords. രാജാധിരാജനും ദേവാദി ദൈവമായ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ വരുന്നു. And honoring Him. ദൈവത്തെ നമ്മൾ ആദരിക്കുന്നു. With the best that I have. എനിക്ക് ഉള്ളതിൽ ഏറ്റവും നല്ലത് ഇട്ടുകൊണ്ട് If you വരുന്നു. give God the best, He will sanctify the rest. നമ്മൾ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിലുള്ള സകലതിനെയും ശുദ്ധീകരിക്കും. Ask God for strategies. ദൈവം പദ്ധതികളെ തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. We need to ask the Lord. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. This child is born. ഈ പൈതൽ ജനിച്ചു. Chapter 14 verse 1. 14 അധ്യായം 1 വാക്യം. The boy grows up. His name is Samson. അനന്തരം ശിംശോൻ വളർന്നു. അദ്ദേഹത്തിന്റെ പേര് ശിംശോൻ. And it says verse 1 says, and Samson went down to Timnah. അവിടെ പറയുന്നത്, അനന്തരം ശിംശോൻ തിന്മയിലേക്ക് ചെന്നു. And saw a woman in Timnah, the daughter of the Philistine. അവിടെ ചെന്നു ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടു. Where did he go? എവിടെയാണ് പോയത്? Timnah. തിംന. The word Timnah means forbidden place. തിംന എന്ന വാക്കിന്റെ അർത്ഥം വിലക്കപ്പെട്ട സ്ഥലം. My question to you is, where are you going? എന്റെ ചോദ്യം നിങ്ങളോട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? When your WhatsApp message comes, നിങ്ങളുടെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങൾ നോക്കിയാൽ, how many of you have school friends group? എത്ര പേർക്ക് സ്കൂൾ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്? Out of that you have another group. അതിൽ നിന്ന് തന്നെ ചില വേറെ ഗ്രൂപ്പും ഉണ്ടല്ലോ. The special close ones. അതിനേക്കാൾ നമുക്ക് ഒരുപാട് അടുത്തുള്ള And സുഹൃത്തുക്കളുണ്ട്. some of that message is in that. അതിലുള്ള ചില മെസ്സേജുകൾ എന്ന് പറയുന്നത്, Do we go there? നമ്മൾ അവിടെ പോകാറുണ്ടോ? Oh, I never go to pub, Pastor. ഞാൻ പബ്ബിൽ പോകാറില്ല. But do you go there? പക്ഷെ നിങ്ങൾ അവിടെ പോകും. Where are we going? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? If it is forbidden according to the word of the Lord. ദൈവവചന പ്രകാരം അത് വിലക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ. Now I want you to see very carefully. Actually, I was looking into my phone because the Lord told me something and I was searching something. ദൈവം ഒരു ദിവസം എന്നോട് എന്റെ ഫോൺ നോക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ഒരു കാര്യം അതിനകത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. As I was looking into it, this is what it says over there. Verse 2. അവിടെ 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. It says, his father and mother replied, isn't there an acceptable woman among your relatives? അവിടെ പറയുന്നത്, your people? അവൻ വന്ന് അവന്റെ അപ്പനും അമ്മയും അവനോട് 14 verse 3. അഗ്രചർമ്മികളായ ഫിലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരോട് Do you see the father is saying, is there not someone among us? അവിടെ നമ്മൾ കാണുന്ന പിതാവ് ചോദിക്കുകയാണ്, നമ്മളിൽ ഒരാൾ ഇല്ലേ? And as I was sitting over there, ഞാൻ അവിടെ ഇരുന്ന് വായിച്ചപ്പോൾ the Lord said to me, ദൈവം എന്നോട് പറഞ്ഞത്, many believers പല വിശ്വാസികൾ are looking outside. അവർ വെളിയിലോട്ടാണ് നോക്കുന്നത്. They don't look inside. അവർ അകത്തോട്ട് നോക്കുന്നില്ല. We don't have local churches. നമുക്ക് ലോക്കൽ ചർച്ചസ് ഉണ്ട്. We don't have covering over us. നമുക്ക് ചുറ്റും ഒരു കവറിംഗ് ഇല്ലേ? We have somebody outside. നമുക്ക് വെളിയിലാണ് ആൾക്കാരുള്ളത്. Where not much accountability needs to be there. അവൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. My spiritual son called me from Australia this morning. ഇന്ന് പ്രഭാതത്തിൽ എന്റെ ആത്മീയ പുത്രൻ ഓസ്ട്രേലിയയിൽ നിന്ന് എന്നെ വിളിച്ചു. I told him, ഞാൻ ഇങ്ങനെ പറഞ്ഞു, I have found out that you have talked to somebody. ഞാൻ പറഞ്ഞു, നീ ആരോട് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. Is it true? അത് സത്യമാണോ? Yes. അതെ. What did you talk?
എന്താണ് നീ സംസാരിച്ചത്? Why did I ask that? ഞാൻ എന്തിനാണ് അത് ചോദിച്ചത്? Because he's under my covering കാരണം ഞാൻ അവനെ വഹിക്കുന്ന ആളായതുകൊണ്ടാണ്. and he's accountable. ഞാൻ അവനു വേണ്ടി മധ്യസ്ഥൽ നിൽക്കുന്നത് But കൊണ്ടാണ്. he's part of a local church too. പക്ഷെ താൻ അവിടെ ഉള്ള ഒരു ദൈവസഭയുടെ അംഗം കൂടിയാണ്. We want to look outside. നമുക്ക് എല്ലാവർക്കും വെളിയിൽ നോക്കണം. Oh, he's just a pastor. അദ്ദേഹം വെറും ഒരു പാസ്റ്റർ അല്ലേ? Oh, I need to find a prophet. എനിക്കൊരു പ്രവാചകനെ വേണം. Oh, I need to look for this ministry. എനിക്ക് ഈ ശുശ്രൂഷ വേണം. That is dangerous. അത് വളരെ ഭയാനകമാണ്. That is dangerous. അത് വളരെ I'll ഭയാനകമാണ്. tell you right now. ഞാൻ ഇപ്പം വീണ്ടും പറയാം. He says very clearly, ഇവിടെ വളരെ വ്യക്തമായി is പറയുന്നു, there not among us? നമ്മുടെ ഇടയിൽ ഇല്ലേ? Isn't the Spirit of the Lord among us here? ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ ഇല്ലേ? Why are we looking out then? നമ്മൾ എന്തിനാണ് മേലോട്ട് നോക്കുന്നത്? Why are we not accepting the mother and father whom God has given us? ദൈവം നമുക്ക് തന്ന മാതാപിതാക്കളെ എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല? He says, bring me that woman. അവിടെ പറയുന്നത് എനിക്ക് ആ സ്ത്രീയെ വേണം. He demanded her. അവിടെ കാര്യമായി ചോദിച്ചു വാങ്ങിയാണ്. Be careful അത് വളരെ സൂക്ഷിക്കണം. of what you demand. നമ്മൾ എന്ത് ചോദിക്കുന്നോ നമ്മൾ See, സൂക്ഷിക്കണം. Samson had a call on his life. ശിംശോന്റെ ജീവിതത്തിൽ ഒരു വിളി ഉണ്ടായിരുന്നു. I'm going to explain to you something very strong. വളരെ ശക്തമായ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. Because this is fasting and prayer. കാരണം ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന That's why I want your call not to be destroyed. അതുകൊണ്ട് നിങ്ങളുടെ വിളി നഷ്ടപ്പെടുത്തുവാൻ ഞാൻ Because ആഗ്രഹിക്കുന്നില്ല. it's a covenantal call. കാരണം അത് ഉടമ്പടിയുടെ ഒരു It വിളിയാണ്. is a holy call. അത് വിശുദ്ധമായ ഒരു വിളിയാണ്. This call is not placed by your pastor, അതൊരു ദൈവദാസൻ നൽകിയ വിളിയല്ല, not by this church, അതൊരു സഭയുടെ വിളിയല്ല, but it is placed by the Lord. എന്നാൽ ദൈവത്താൽ ലഭിച്ച ഒരു വിളിയാണ് അത്. God has not called us all to be pastors. ദൈവം നമ്മളെ എല്ലാവരെയും പാസ്റ്റർമാരാകാൻ വിളിച്ചിട്ടില്ല. God called certain people to be believers. ദൈവം ചിലരെ വിശ്വാസികളായി ആകുവാനാണ് ആഗ്രഹിക്കുന്നത്. But sometimes we don't like to be believers. പക്ഷെ നമുക്കൊരു വിശ്വാസിയാകുവാൻ ആഗ്രഹമില്ല. This looks good. ഇതെല്ലാം നല്ലതാണ്. Oh, this looks nice. ഇത് വളരെ So we മനോഹരമാണ്. desire for it. നമുക്ക് ആഗ്രഹമുണ്ട്. Dangerous. അത് വളരെ ദോഷമാണ്. Dangerous. അത് ദോഷകരമാണ്. Because this is holy place. കാരണം ഇത് വിശുദ്ധ If സ്ഥലമാണ്. it is not your call, അത് നിങ്ങളുടെ വിളിയല്ല എങ്കിൽ don't step into it. അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. Lucifer wanted to become like God. ലൂസിഫറിന് ദൈവത്തെ പോലെ ആകണമെന്ന ആഗ്രഹം. And he jumped out of his place. തന്റെ സ്ഥലത്ത് നിന്ന് താൻ ചാടി. I heard of a story from my father. എന്റെ പിതാവ് പറഞ്ഞൊരു കഥ എനിക്കറിയാം. There was a church, അവിടെ ഒരു സഭയുണ്ടായിരുന്നു. one pastor, ഒരു ദൈവദാസൻ, 15 members. 15 വിശ്വാസികൾ. 5 years later, 5 വർഷം ശേഷം 15 pastors and one member. 15 ദേവദാസന്മാരും ഒരു വിശ്വാസി. Everybody wants to become a pastor. എല്ലാവർക്കും ദേവദാസന്മാരാവണം. It's one of the most difficult calls. അത് വളരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിളിയാണ്. It is not a joke. അതൊരു ഒരു തമാശയല്ല. Many people come to me, pastor. ഒരുപാട് പേർക്ക് ദേവദാസന്മാരാകണമെന്ന് ആഗ്രഹമുണ്ട്. They come and say, pastor, pray for me. അവർ പറയും, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I lay my hands on and pray. ഞാൻ എന്റെ കൈവച്ച് പ്രാർത്ഥിക്കും. As soon as I say the Lord has called you, ഞാൻ അവരോട് പറയും ദൈവം നിന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ I don't know what's wrong with people these days. അവർക്ക് എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. We go and start our own ministry immediately. അവർ ഉടനെ പോയി അവരുടെ ഒരു വേല ആരംഭിക്കും. Jesus never started his ministry ദൈവം ഒരിക്കലും യേശു തന്റെ ശുശ്രൂഷ തന്നെ ആരംഭിച്ചില്ല until the priest of that season, ആ സമയത്തെ പുരോഹിതൻ John the Baptist, യോഹന്നാൻ സ്നാപകൻ pointed his finger യോഹന്നാൻ സ്നാപകനെ വിരൽ ചൂണ്ടി പറഞ്ഞു, and said to him, behold the Lamb of God. ദൈവത്തിന്റെ അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞു. Until your pastor, നിങ്ങളുടെ സഭയിലെ ദൈവദാസൻ, your priest, നിങ്ങളുടെ പുരോഹിതൻ does not point the finger, നിങ്ങളോട് വിരൽ ചൂണ്ടി പറയുന്നില്ല don't start something. നിങ്ങൾ ഒന്നും ആരംഭിക്കരുത്. Because in Genesis 22, കാരണം ഉൽപ്പത്തി പുസ്തകം 22 verse 1, അവിടെ 1-ാം വാക്യം God says, ദൈവം പറഞ്ഞു, Abraham, take your only son. അബ്രഹാമെ നിന്റെ ഏകജാതനായ പുത്രനെ നീ വിളിക്കുക. How many sons did Abraham have? അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? One. 1. No, he had 2. He had 2 sons. But he says, take your only son. അവിടെ പറയുന്നത് ഏക മകൻ. Ishmael is there, Isaac is there. ഇസ്മായിലുണ്ട്, ഇസഹാക്കുണ്ട്. Your only son. നിന്റെ ഏക മകൻ. Why God does not recognize the other one? എന്തുകൊണ്ട് ദൈവം മറ്റ് ആ കുഞ്ഞിനെ പരിഗണിച്ചില്ല? Anything that is born in the flesh, God does not recognize. ജഡത്തിൽ ഉളവാകുന്നതിനെ ദൈവം മാനിക്കുന്നില്ല. God said, I will give you a son. ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ നൽകും. But he tried to produce it in his own flesh. എന്നാൽ തന്റെ സ്വന്തം ജഡത്തിൽ താൻ അതിനെ ഉണ്ടാക്കുവാൻ നോക്കി. With the wisdom of his wife. തന്റെ ഭാര്യയുടെ ജ്ഞാനപ്രകാരം. I'm not blaming all wives, okay? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ പറയുന്നല്ല. But I'm just saying.
പക്ഷെ ഞാൻ പറയുന്നത് it was in the flesh. അത് ജഡത്തിലായിരുന്നു. So flesh is not recognized by God. കാരണം ജഡത്തെ ദൈവം അറിയുന്നില്ല. So here ഇവിടെ he's going after flesh. അവിടെ ജഡത്തിന് പിന്നാലെ She looks beautiful. വളരെ മനോഹരമായിരിക്കുന്നു. You know that beauty fades after some time. നിങ്ങൾക്കറിയാമോ ആ സൗന്ദര്യമുള്ള മുഖം? Some of you നമ്മളിൽ ചിലര് were skinny before you got married. വിവാഹത്തിന് മുൻപേ നമുക്ക് അധികം വണ്ണമൊന്നുമില്ലായിരുന്നു. After marriage, വിവാഹത്തിന് ശേഷം we started to change. നമുക്ക് നമ്മുടെ ശരീരം മാറുവാൻ തുടങ്ങി. Some of you saw the central pastor come out. Yeah, Madhya Pradesh, you know, the middle portion coming out, you becoming fatter. We see that happening, changes happen. നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ അങ്ങനെ വ്യത്യാസങ്ങൾ കാണുന്നു. So it's not about flesh. അത് ജഡത്തിന്റെ കാര്യമല്ല, it's about spirit. അത് ആത്മാവിന്റെ കാര്യമാണ്. Here he picks up a girl in the flesh. ഇവിടെ നമ്മൾ കാണുന്നത് ജഡത്തിൽ താൻ ഒരു സ്ത്രീയെ നോക്കുകയാണ്. Because he's gone to a forbidden place. കാരണം വിലക്കപ്പെട്ട ഒരു സ്ഥലത്ത് താൻ പോയതുകൊണ്ടാണ്. If you go to forbidden place, നമ്മൾ ഒരു വിലക്കപ്പെട്ട സ്ഥലത്ത് പോയാൽ you will see things that you should not see. നമ്മൾ കാണേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ Then കാണും. you will think, oh, I wish I had that. അപ്പൊ ആൾക്കാർ ചിന്തിക്കും, അയ്യോ എനിക്ക് അത് ഉണ്ടായിരുന്നുവെങ്കിൽ. If pastor drives a Mercedes Benz, നമ്മുടെ പാസ്റ്ററുടെ കയ്യിൽ ഒരു മെർസിഡീസ് ബെൻസ് and if I lived in the villages of India, ഞാൻ ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിലാണ് I have താമസിക്കുന്നത്, never seen a Mercedes Benz. ഞാനൊരു ബെൻസ് കണ്ടിട്ട് പോലും I don't ഇല്ല. even care about Benz. എനിക്ക് ബെൻസ് എന്താന്ന് പോലും അറിയണ്ട. But once I see it, പക്ഷെ ഞാനത് കണ്ടു once കഴിയുമ്പോൾ, I sit in it, ഞാൻ അതിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ it feels comfortable. അത് നല്ല സൗകര്യമുണ്ടെന്ന് Oh തോന്നിയാൽ, Lord, you blessed him. ദൈവമേ നീ അങ്ങനെ അനുഗ്രഹിച്ചു, Lord, you bless me now. ഇനി എന്നെ അനുഗ്രഹിക്കണമേ. Remember the 10th commandment. നമ്മുടെ 10ാമത്തെ കൽപ്പന നമ്മൾ ആലോചിക്കണം. Problem is with our seeing. പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിലാണ്. If you see in the fleshly realm, നമ്മൾ ജഡത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ you'll fall. നമ്മൾ വീണു പോകും. If you see in the spirit realm, നമ്മൾ ആത്മാവിലാണ് കാണുന്നതെങ്കിൽ, somebody drives a nice car. ഒരാൾക്ക് നല്ലൊരു വണ്ടിയുണ്ട്, നമ്മൾ Thank you, Jesus, for the nice car that you have given them. ദൈവമേ ആ നല്ല വണ്ടി കൊടുത്തതിനായി സ്തോത്രം. I bless them. ഞാൻ അനുഗ്രഹിച്ചു I speak the പ്രാർത്ഥിക്കുന്നു. blessing of the Lord upon their vehicle. ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ ആ വാഹനത്തിന്മേൽ പറയുന്നു. We need to get rid of the kushum in us. നമ്മൾ ആ സമയം നമുക്ക് ഒരു കുശുമുണ്ടാവരുത്. The jealousy needs to come out of us. നമ്മുടെ ജീവിതത്തിൽ ആ വേണ്ടാത്ത സ്വഭാവം നമ്മൾ ഇന്ന് മാറണം. Many people come and ask me, Pastor, പലരും എന്നോട് ചോദിക്കാറുണ്ട്, I got blessed with a house, free. എനിക്കൊരു വീട് കിട്ടി, It's free. അത് ഫ്രീ ആയിട്ട് I കിട്ടിയതാണ്, didn't pay for it. എനിക്ക് കാശ് ചെലവാക്കേണ്ടി People come വന്നില്ല. and ask me, how much did you pay? എല്ലാരും ചോദിക്കും എത്ര പണം How മുടക്കി, much is your mortgage? എത്രയാണ് മോർഗേജ്. I usually look at them and say, ഞാൻ അവരോട് നോക്കി പറയും, you want to know? നിങ്ങൾക്ക് അറിയണോ, Are you going to contribute towards my mortgage? എന്റെ മോർഗേജിന് നിങ്ങൾ ഇച്ചിരി പണം തന്ന് Only സഹായിക്കുമോ? if you're going to contribute, I'm going to tell you. നിങ്ങൾ പണം തരുമെങ്കിൽ മാത്രം ഞാൻ പറയാം. Why do you want to know? എന്തിനാ നിങ്ങൾ അറിയേണ്ടത്? We want to calculate. നമുക്ക് ഒന്ന് കണക്ക് കൂട്ടാനാണ്. How much did it cost? അത് ഈ വീടിന് എത്രയായി, How much did they spend? എത്ര അവർ ചെലവഴിച്ചു. Listen, forget all that ഇതെല്ലാം നമ്മൾ മറക്കണം. and say to God, ദൈവത്തോട് നമ്മൾ പറയണം, thank you for blessing them. ദൈവമേ അത് തന്നതിനായി സ്തോത്രം. If you bless the one who is blessed, ദൈവം അനുഗ്രഹിച്ച ഒരാളെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ God will bless you. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ. When somebody tells me I got a new house, ആരെങ്കിലും പറയുവാണ് എനിക്കൊരു പുതിയ വീട് I ലഭിച്ചു, dance. ഞാൻ നൃത്തം I ചെയ്യും. always dance ഞാൻ എപ്പോഴും നൃത്തം ചെയ്യും. because I know കാരണം എനിക്കറിയാം, if God can bless them, ദൈവത്തിന് അവരെ അനുഗ്രഹിക്കുവാൻ surely കഴിയും. God will bless me too. തീർച്ചയായിട്ടും ദൈവത്തിന് I don't have to cry about it. ഞാൻ അതിനു വേണ്ടി കരയേണ്ട, I don't have to have an evil eye about it. അതിനു വേണ്ടി ഒരു ദുഷ്ട കണ്ണെനിക്ക് വേണ്ട, I don't have to be mad about it. ഞാൻ അത് ഓർത്ത് ഭാരപ്പെടേണ്ട. It's like pastor. നമ്മുടെ പാസ്റ്റർ, He has so many children. അദ്ദേഹത്തിന് ദൈവം മക്കളുണ്ട്. The first one gets a chocolate. ആദ്യത്തെ ആൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. The second and the third don't say, oh, when are you going to bless us? രണ്ടാമത്തെ മൂന്നാമത്തെ ആൾ ചോദിക്കും എപ്പം ഞങ്ങൾക്ക് തരും. They will say it to the first one. അവർ ഒന്നാമത്തെ ആളോട് പറയും, move. അവിടെ നിന്ന് മാറ്, Now it's my turn. ഇനി എന്റെ ചാൻസ് ആണ്. See, hang on. See, they have a joy in their life because they know something is coming after the first one got it. ആമേൻ. അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരാൾക്ക് കിട്ടി ഇനി ഞങ്ങൾക്കും കിട്ടുമെന്ന്. I pray ഞാൻ പ്രാർത്ഥിക്കും, your pastor gets another house, നിങ്ങളുടെ പാസ്റ്ററിന് ഒരു വീടും കൂടെ ലഭിക്കട്ടെ, more bigger house. വലിയൊരു വീടും കൂടെ കിട്ടട്ടെ. Thank you for that. Amen. I pray God will bless you. ആമേൻ പറഞ്ഞതിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Some of your amen just got stuck. പലരുടെ ആമേൻ വെളിയിൽ വന്നില്ല. We should rejoice. നമ്മൾ സന്തോഷിക്കണം. I was so happy when I heard it.
എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. Because he's my brother. കാരണം അദ്ദേഹം എന്റെ സഹോദരനാണ്. He's a pastor. അദ്ദേഹം ഒരു ദൈവദാസനാണ്. So we should not see with wrong eyes. അതുകൊണ്ട് തെറ്റായ ഒരു കണ്ണും കൊണ്ട് നമ്മൾ കാണരുത്. He saw താൻ കണ്ടു. because he went to the forbidden place. കാരണം പോകണ്ടാത്ത സ്ഥലത്ത് താൻ പോയി. See, the devil was throwing things at Samson അവിടെ കാണുന്നത് പിശാച് ശിംശോന്റെ മുൻപാകെ കാര്യങ്ങൾ ഇട്ടുകൊടുത്തു. to pull him out of his call. തന്റെ വിളിയിൽ നിന്ന് തന്നെ പുറകോട്ട് വലിക്കുവാൻ. The devil has agents against you നിങ്ങൾക്ക് എതിരായി സാത്താന് തന്റെ ആൾക്കാരുണ്ട് to take you out from your call. നിങ്ങളുടെ വിളിയിൽ നിന്ന് നിങ്ങളെ പറിച്ചെടുക്കുവാനായിട്ട്. After കോവിഡിന് ശേഷം many church members said, പല സഭാവിശ്വാസികൾ പറഞ്ഞു, Pastor, it's difficult to come to church. സഭയിൽ വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. Carry on the Zoom meeting. നിങ്ങളുടെ സൂം മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. We would like to be on Zoom. ഞങ്ങൾക്ക് സൂമിൽ ഇരിക്കുവാൻ ആഗ്രഹമുണ്ട്. I said to them, that's fine. ഞാൻ പറഞ്ഞു, ഓക്കെ, We will have it in the church ഞങ്ങൾ സഭയിൽ ചെയ്യാം, and on Zoom. സൂമിലും ചെയ്യാം. But if you don't come to church, പക്ഷെ നിങ്ങൾ സഭയിൽ വന്നില്ലെങ്കിൽ when you get to heaven, നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ God will show you heaven from Zoom only. സ്വർഗത്തിൽ ചെന്നാലും സൂമിൽ കൂടി ദൈവം സ്വർഗം കാണിച്ചു തരും. I was glad when they said unto me, let's go to the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു പോകാം എന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അധികം സന്തോഷിച്ചു. ആമേൻ. Are we happy? നമുക്ക് സന്തോഷമുണ്ടോ? Are we happy when we give to the Lord? നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ സന്തോഷമുണ്ടോ? When we give offering, നമ്മുടെ ഓഫറിംഗ് കൊടുക്കുമ്പോൾ what do we say? നമ്മൾ എന്ത് പറയും? There it goes. I don't say that. ഞാൻ ഇങ്ങനെ പറയാറില്ല. Because I know one thing. കാരണം ഞാൻ ഒരു കാര്യം അറിയുന്നു. The way God blesses, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു വഴി, pressed down, ദൈവം നമ്മളെ അധികമായി അനുഗ്രഹിക്കുന്നു. shaken, അത് കുലുക്കി, running over. ദൈവം നമ്മളെ So അധികമായി when I give, ഞാൻ കൊടുക്കുമ്പോൾ, this is what we say in our church. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ പറയുന്നത്, There comes my blessing. അവിടെ നിന്ന് എന്റെ അനുഗ്രഹം വരുന്നു. ആമേൻ. I don't see it the worldly way. ഞാൻ അത് ലോകം കാണുന്ന പോലെ നോക്കുന്നില്ല. I see it the godly way. ഞാൻ അതിനെ ആത്മീയമായി കാണുന്നു. Samson is separated from this woman. ശിംശോൻ ഈ സ്ത്രീയിൽ നിന്ന് മാറി. But the devil is still after him. പിന്നെ നമുക്ക് കാണുവാൻ പറ്റും പിശാച് തന്റെ പുറകെയുണ്ട്. In Judges chapter 16 verse 1. ജഡ്ജസിന്റെ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം. He went to Gaza and he slept with a prostitute. അവിടെ അറിയാം നമുക്ക്, അനന്തരം ശിംശോൻ ഗാസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. The word Gaza, അവിടെ വാക്ക് ഗാസ എന്ന് പറയുന്നത് means goat. ആടെന്നാണ്. Is goat. ആട്. I don't know how many of you know the difference between sheep and a goat. ഒരു ഷീപ്പും ഒരു ഗോട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. Jesus said, feed my sheep. യേശു പറഞ്ഞു, എന്റെ ആടിനെ നിങ്ങൾ നോക്കാൻ പറഞ്ഞു. I don't eat any lamb except one lamb, the lamb of God. I don't eat lamb at all. ഞാനൊരു ലാമ്പും കഴിക്കാറില്ല. ദൈവത്തിന്റെ As soon as I said goat, some of you are thinking about mutton now. ഞാൻ ഗോട്ട് പറഞ്ഞപ്പോൾ പലരും മട്ടനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. Leave that aside. അതൊക്കെ മാറ്റിവെക്കുക. But here's the thing, goat is a stubborn animal. ഇവിടെ പറയുന്ന ഗോട്ട് എന്ന് പറയുന്നത് വളരെ വാശിയുള്ള ഒരു മൃഗമാണ്. Goat is somebody who needs recognition. ഗോട്ട് എന്ന് പറയുന്ന ആ ജീവിക്ക് താൻ എന്തോ ആണെന്ന് എല്ലാരും പറയണം. I was in London in one of the meetings. ഞാൻ ലണ്ടനിൽ ഒരു മീറ്റിംഗിലായിരുന്നപ്പോൾ I didn't want anybody to know I was there. ഞാൻ അവിടെ ആണെന്ന് ആരും അറിയരുത് ഞാൻ ആഗ്രഹിച്ചു. So I grew my beard before the meeting came. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ താടിയൊക്കെ വളർത്തി. I went and I put a cap on. ഞാനൊരു ക്യാപ്പ് ഇട്ടു. And I went and sat in the back. ഞാൻ ഏറ്റവും പുറകിലത്തെ റോയിൽ പോയിരുന്നു. Just to pray. പ്രാർത്ഥിക്കാനായിട്ട്. Once I sat, I took off my hat because nobody will know. Now the pastors are in the front. കാരണം പാസ്റ്റർമാരെല്ലാം മുൻപിലുണ്ടോ, ഞാൻ പുറകിലുണ്ട്. ഞാൻ എന്റെ ക്യാപ്പ് ഒക്കെ എടുത്തു. Because I didn't want people to know and I had just come to pray. ആരും എന്നെ തിരിച്ചറിയരുത്, ഞാൻ വെറുതെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. Suddenly somebody noticed me. അവിടെ നിന്ന് ആരും എന്നെ ശ്രദ്ധിച്ചു. And said, oh, there's Pastor Blesson. അദ്ദേഹം പറഞ്ഞു, ഇരിക്കുന്ന ആളാണ് പാസ്റ്റർ ബ്ലെസൻ. I looked at him and I said, don't move. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അനങ്ങിപ്പോയേക്കരുത്. Because I did not come for recognition. ഞാൻ ഇവിടെ വന്നത് എല്ലാരും എന്നെ അംഗീകരിക്കണമെന്ന ആഗ്രഹത്തിലല്ല. I came to seek the Lord. ഞാൻ ഇവിടെ ദൈവത്തെ അന്വേഷിക്കാനാണ് വന്നത്. You do not know what I am going through. ഞാൻ ഏത് വഴി സാഹചര്യത്തിലാണ് പോകുന്നത് നിങ്ങൾക്കറിയില്ല. You do not know my pains. എന്റെ വേദന നിങ്ങൾക്കറിയില്ല. I don't want to preach. ഇവിടെ എനിക്ക് പ്രസംഗിക്കേണ്ട. I just want to seek the Lord. എനിക്ക് ദൈവത്തെ അന്വേഷിക്കണം. Seek that he may be found. ദൈവം അന്വേഷിച്ചാൽ കണ്ടെത്തും. അതിനാണ് ഇവിടെ വന്നത്. We want recognition. നമുക്ക് പലപ്പോഴും നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ അറിയണം. I had a lady in my church. എന്റെ സഭയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. She said to me, Pastor, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, you are always traveling.
നിങ്ങൾക്ക് എപ്പോഴും യാത്രയാണല്ലോ. So the Lord told me, ദൈവം എന്നോട് പറഞ്ഞു, I am the new pastor in this church. ഈ സഭയിലെ പുതിയ പാസ്റ്റർ ഞാൻ ആകാൻ പോവാന്ന്. I will be your assistant pastor, ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആകാം, but I will run the whole church. പക്ഷെ ഞാൻ ഈ സഭ മുഴുവൻ ഞാൻ നയിച്ചോളാം. I said, thank you very much. ഞാൻ പറഞ്ഞു വളരെ I നന്ദിയുണ്ട്. said, but the Lord has not told me. എന്നാൽ ദൈവം അത് എന്നോട് പറഞ്ഞിട്ടില്ല. How many of you know the Lord talks to the head first before he talks to the feet? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, ദൈവം ആദ്യം തലയോടാണ് സംസാരിക്കുന്നത്, പിന്നീടാണ് താഴോട്ട്. So I said to her, no, I don't think so. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. She became angry. തനിക്ക് ദേഷ്യം വന്നു. She said, I'm going to start my own church. ഞാൻ എന്റെ സഭ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. I said, go ahead. ഞാൻ പറഞ്ഞു ചെയ്തോ. See, you need to have the call. നിങ്ങൾക്കൊരു വിളി ഉണ്ടാവണം. So she started the church, and so she asked one of our church members, what should I do? അദ്ദേഹം ആ സഹോദരി പോയി വേറൊരാളോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? He said, get a pulpit. അവര് പറഞ്ഞു ആദ്യം ഒരു പുൾപിറ്റ് വാങ്ങാൻ പറഞ്ഞു. And then start to preach. എന്നിട്ട് പോയി പ്രസംഗിക്കാൻ. She bought a pulpit. താൻ ഒരു പുൾപിറ്റ് വാങ്ങി. 3 weeks nobody came. 3 ആഴ്ച ആരും വന്നില്ല. She called us and asked, do you want to buy my pulpit now? എന്നിട്ട് ചോദിച്ചു, എന്റെ ആ പുൾപിറ്റ് നിങ്ങൾക്കൊന്ന് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. You can be stubborn. നിങ്ങൾക്ക് വാശി ഉണ്ടാവാം. God will not bless that. ദൈവം അതിനെ അനുഗ്രഹിക്കുകയില്ല. He went to Gaza. അദ്ദേഹം ഗാസയിലേക്ക് പോയി. First he went to a forbidden place. ആദ്യം വിലക്കപ്പെട്ട ഒരു സ്ഥലത്ത് പോയി. Now that has made him stubborn. അവിടെ തനിക്ക് വാശിയുണ്ടായി. But verse 3 says like this. അവിടെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. Verse 4, sorry, go to verse 4. 4-ാം വാക്യം. Yeah. And it came to pass afterwards that he loved a woman in the valley of Sorek whose name was Delilah. അവിടെ വായിക്കുന്നത്, അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. Once he's been stubborn in his life, തന്റെ ജീവിതത്തിൽ ഒരു ദുർബുദ്ധി വന്നതിന് ശേഷം he's going to the valley of Sorek. അവിടെ സോരക് എന്ന് പറഞ്ഞൊരു താഴ്വരയിൽ പോയി. The word Sorek means സോരക് എന്ന വാക്കിന്റെ അർത്ഥം fruitless tree. ഫലമില്ലാത്ത വൃക്ഷം എന്നാണ്. God has called us to be fruitful. ദൈവം നമ്മളെ വിളിച്ചത് ഫലമുണ്ടാകുവാനാണ്. Let me ask you a question. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. How many people got saved through you this year? ഈ വർഷം നിങ്ങൾ മുഖാന്തരം എത്ര പേര് രക്ഷയിലേക്ക് വന്നു? Have you been fruitful? നിങ്ങൾ ഫലമുള്ളവരായിരുന്നോ? Have you been growing somebody? നിങ്ങൾ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടോ? It's time for us to be fruitful in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലമുള്ളവരാകേണ്ട സമയമായിരിക്കുന്നു. In Genesis 1 it says, be fruitful and multiply. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പറയുന്നത് നിങ്ങൾ ഫലമുള്ളവരായി വർദ്ധിക്കുവാനാണ് അവിടെ പറയുന്നത്. When pride comes into your life, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരുമ്പോൾ, when you start to become like a goat, നമ്മൾ ഒരു ഗോട്ടിനെ പോലെ ആകുമ്പോൾ, your life and your ministry will not be fruitful then. നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയ്ക്കും ഒരു ഫലമുണ്ടാകുകയില്ല. Because God will cut it off. കാരണം ദൈവം അതിനെ വെട്ടിക്കളയും. So he stand up in a place called Sorek. അവിടെ സോറക് എന്ന് പറഞ്ഞ സ്ഥലത്ത് താൻ എത്തിച്ചേർന്നു. The devil has sent his third agent. അവിടെ 3-ാമത്തെ തന്റെ ഏജന്റിനെ പിശാച് അവിടെ അയച്ചു. To pull him out of the call. തന്റെ വിളിയിൽ നിന്ന് തന്നെ പുറകോട്ട് വലിക്കാൻ. By the way, none of these girls loved him. ഒരു കാര്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ആർക്കും അവനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. They were all for money. അവർക്ക് എല്ലാവരും പണം മാത്രം മതി. They were all for sale. അവരെല്ലാം വിൽക്കപ്പെടാനായിട്ട് നിന്നവരാണ്. You need to know who are real friends. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ആരാണ് യഥാർത്ഥ You need to know who is real and who is not real. ആരാണ് യാഥാർത്ഥ്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. People from outside will make you look nice. വെളിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മറ്റുള്ളവർ നല്ലതാണെന്ന് തോന്നും. Oh, you are such a great man. നീ വളരെ നല്ലവനാണല്ലോ. Oh, you are a great apostle. നീ ഒരു വലിയ അപ്പോസ്തലനാണല്ലോ. Stick with me. നീ എന്റെ കൂടെ You ഇരിക്കാമോ? will become an apostle. എന്റെ കൂടെ ഇരുന്നാൽ നീയും വലിയവനാകും. Now, ഒരിക്കലുമില്ല. ഇല്ല. Listen to me. If somebody is trying to pull you out, ആരെങ്കിലും നിങ്ങളെ വലിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, it's not of God. അത് ദൈവത്തിൽ നിന്നല്ല. Because God is not a destroyer. കാരണം ദൈവം ഒരിക്കലും നശിപ്പിക്കുന്നില്ല. God is a builder. ദൈവം എല്ലാം പണിയുന്ന ആളാണ്. Others will come and say, മറ്റുള്ളവർ വന്നു പറയും, if you were in my church, നിങ്ങൾ എന്റെ സഭയിലായിരുന്നെങ്കിൽ I would have allowed you to lead the worship. ഞാൻ നീ പാട്ടുപാടാൻ നിന്നെ അനുവദിച്ചേനെ. I would have given you the chance to pray. ഞാൻ നീ പ്രാർത്ഥിക്കുവാൻ അനുവദിച്ചേനെ. I'm happy where I am. ഞാൻ എവിടെയാണോ അവിടെ ഞാൻ സന്തുഷ്ടനാണ്. Some of us needs the boldness in our life. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊരു ധൈര്യമില്ലായ്മ Because ഉണ്ടാവും. the agent always wants to pull you out. കാരണം ശത്രുവായവൻ എപ്പോഴും നമ്മൾ വെളിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. That's what Manoah said. അതാണ് മനോവ ഇവിടെ പറഞ്ഞത്. Is there not a woman among us? നമ്മുടെ ഇടയിൽ ഒരു സ്ത്രീ ഇല്ലയോ? Why go out? എന്തിനാ പുറത്തു പോകുന്നത്? Why go out? എന്തിനു പുറത്തു പോകണം? Many people come to church. പലരും സഭയിലേക്ക് കടന്നു വരുന്നത് They get blessed.
അനുഗ്രഹം പ്രാപിക്കാൻ. And after that, അതിനുശേഷം they disappear. അവരെ കാണാനില്ല. I know rapture has not taken place, എനിക്കറിയാം ഇതുവരെ റാപ്ചർ നടന്നിട്ടില്ല. but still they disappear. പക്ഷെ അവരെ പിന്നീട് കാണുന്നില്ല. Momentary blessing people, താൽക്കാലികമായ അനുഗ്രഹം വേണ്ട ആൾക്കാര്, those will not last long. അവർ ഒരിക്കലും ദീർഘകാലം മുൻപോട്ട് പോവുകയില്ല. I'll say that again. ഞാൻ വീണ്ടും പറയാം, Momentary blessing people താൽക്കാലികമായ അനുഗ്രഹം പ്രാപിക്കുന്ന ജനം will not last long, അവർ ദീർഘകാലം വാഴുകയില്ല. because they get bitter very fast. കാരണം അവർക്ക് പെട്ടെന്ന് കയ്പ് അവരുടെ ജീവിതത്തിൽ കയറി They വരും. get offended very fast അവർക്ക് പെട്ടെന്ന് അവർ ദേഷ്യപ്പെടും. because somebody said something. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ So I'm leaving your church. സോ അതുകൊണ്ട് ആ സഭയിലേക്ക് I'm വരുമ്പോൾ going to the other church. അവർ ഈ സഭയിൽ നിന്ന് അപ്പുറത്ത് പോകും, Go to the other church. അവിടെ നിന്നും പോകും. Somebody else says something. അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയും. We act like a monkey, നമ്മൾ ഒരു കുരങ്ങിനെ പോലെ ആയിത്തീരും. jumping from one church to another church. സഭകൾ മാറി മാറി ചാടുന്നവരാണ്. Act like a child of God. ദൈവത്തിന്റെ ഒരു പൈതലായി നിങ്ങൾ നിന്നാൽ, Isaac never ran away from his father. ഇസഹാക്ക് ഒരിക്കലും തന്റെ പിതാവിൽ നിന്ന് ഓടിയില്ല. He walked with Abraham. താൻ അബ്രഹാമിനോട് കൂടെ നടന്നു. He was willing for himself to die, താൻ മരിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടു. because it was not about Isaac anymore. കാരണം അത് ഇസഹാക്കിനെ ചൊല്ലി മാത്രമല്ലായിരുന്നു. It was about the father who was given the word. കാരണം അത് പിതാവാണ് ആ വാക്ക് അവിടെ കൊടുത്തത്. Some of us need to understand that principle. ആ തത്വം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. It may be difficult, അത് വളരെ but പ്രയാസമായിരിക്കാം. you submit പക്ഷെ നമ്മൾ കീഴ്പ്പെടണം. and you watch and see how God blesses you. ദൈവം എങ്ങനെ നമ്മൾ അനുഗ്രഹിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. This woman Delilah is a dangerous woman. ഈ സ്ത്രീ ദലീല എന്ന് പറഞ്ഞ സ്ത്രീ വളരെ ഡേഞ്ചറസ് ആണ്. Chapter 16 verse 16 says, 16:6 ഇങ്ങനെ പറയുന്നു. I'm going to finish very fast. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. She pressed him daily with her words and urged him so that his soul was vexed unto death. അവിടെ പറയുന്നത് ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. He wanted to die. ആ വാക്കുകൾ കേട്ട് തനിക്ക് മരിച്ചാൽ മതി എന്ന് തോന്നി. She's not married to him. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. I know some of you complain about your wives. എനിക്കറിയാം ചില ഭാര്യമാരെ കുറ്റി Oh man, she keeps on saying again and again. പറഞ്ഞുകൊണ്ടിരിക്കും. This is not even a married case. ഇതൊന്നും വിവാഹം പോലും കഴിച്ചിട്ടില്ല. But still he wanted to die. എന്നാൽ അതിനു മുന്നേ തനിക്ക് മരിച്ചാ മതി. The question to you and to me, നമ്മളോടും എന്നോടും നിങ്ങളോടുള്ള ചോദ്യം, who's pushing you? ആരാണ് നിങ്ങൾ ഇങ്ങനെ തള്ളുന്നത്? Who's pushing you? ആരാണ് ഇങ്ങനെ തള്ളുന്നത്? Tell us your secrets. നിങ്ങളുടെ രഹസ്യം എന്താണ്? Tell us about you. നിന്നെ പറ്റി പറയാവോ? Tell us about others. മറ്റുള്ളവരെ പറ്റി പറയാവോ? If there is somebody who's doing that, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ they are not of God. അവർ ദൈവത്തിൽ നിന്നല്ല. People who leave my church, എന്റെ സഭ വിട്ടുപോകുന്ന ആൾക്കാര്, I tell my church members, ഞാൻ എന്റെ വിശ്വാസികളോട് when പറയും, somebody leaves the church, ആരെങ്കിലും സഭ വിട്ടുപോയാൽ you can talk to them as friends, നിങ്ങൾക്ക് അവർ സുഹൃത്തുക്കൾ എന്ന നിലയിൽ but സംസാരിക്കാം. you cannot talk about the church and the leadership. നിങ്ങൾ സഭയുടെയും സഭാകാര്യങ്ങളും അവരുമായിട്ട് If സംസാരിക്കരുത്. they want to talk about it, അവർക്ക് സഭാകാര്യങ്ങൾ അറിയണമെങ്കിൽ tell them, അവരോട് പറയണം, we will bring the pastor. ഞാൻ പാസ്റ്ററുമായിട്ട് കടന്നു വരാം, Then let's talk. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. Why do they want to talk when the leader is not there? ആ നേതൃത്വത്തിൽ നിൽക്കുന്നവരില്ല എങ്കിൽ എന്തുകൊണ്ട് അവർക്ക് സംസാരിക്കണം? They have become bitter കാരണം അവർക്ക് കയ്പുണ്ട്. and they want to spread bitterness into you. അവരുടെ ആ കയ്പ് നിങ്ങളിലും കൂടി പകരണം. If you're in a church of faith, നിങ്ങൾ വിശ്വാസത്തിന്റെ ഒരു സഭയിലാണെങ്കിൽ you will become people of faith. നിങ്ങൾ വിശ്വാസമുള്ളവരായി If തീരും. you stick with people of bitterness, എന്നാൽ കയ്പുള്ള ആൾക്കാരുടെ കൂടെ നിന്നാൽ you will become bitter നിങ്ങൾക്കും കയ്പുണ്ടാകും. because you're listening to them. കാരണം എപ്പോഴും അവരെ കേൾക്കുന്നത് കൊണ്ട്. Faith comes by hearing. വിശ്വാസം കേൾവിയാൽ ഉണ്ടാവുന്നു. Fear comes by hearing. ഭയം കേൾവിയാൽ ഉണ്ടാവുന്നു. Bitterness comes by hearing. കയ്പ് കേൾവിയാൽ Be ഉണ്ടാവുന്നു. careful who you listen to. അതുകൊണ്ട് ആരെ കേൾക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. Adam and Eve listened to the voice of the serpent ആദാമും ഹവ്വയും സർപ്പത്തിന്റെ വാക്ക് കേട്ടു. and they got kicked out of the garden. ആ തോട്ടത്തിൽ നിന്ന് അവരെ ദൈവം പുറത്താക്കി. You can be kicked out of your blessing നിങ്ങളുടെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ ദൈവം പുറത്തിറക്കിയേക്കാം. because you're listening to the wrong voice. കാരണം നിങ്ങൾ തെറ്റായ ശബ്ദം കേൾക്കുന്നത് കൊണ്ട്. Don't become angry with me. അതുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടണ്ട. I just want to tell you the truth ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. and bring healing and deliverance in your life. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ആ സൗഖ്യം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He wanted to die. താൻ മരിക്കുവാൻ He ആഗ്രഹിച്ചു. told his secret. തന്റെ രഹസ്യം നാം പറഞ്ഞു. They caught him. അതിൽ അവൾ പിടിച്ചു. They made him blind. താൻ അന്ധനായി തീർന്നു. They took out his sight. തന്റെ കണ്ണെടുത്ത് കളഞ്ഞു. He is in the prison now. ഇപ്പോൾ താൻ കാരാഗ്രഹത്തിലാണ്. The Philistines are having a party. ആ സമയത്ത് ഫിലിസ്തീയർ എല്ലാവരും ആഘോഷിക്കുന്നു. They are rejoicing. അവർ സന്തോഷിക്കുന്നു. When you get
called out from the call that God has placed on your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന വിളിയിൽ നിന്ന് നിങ്ങൾ വെളിയിൽ എത്തിക്കഴിയുമ്പോൾ the devil will rejoice. സാത്താൻ അവിടെ സന്തോഷിക്കും. Hell will have a party. അവിടെ പൈശാചികന്മാരെല്ലാവരും നിന്ന് ആഘോഷിക്കും. So that's why you got to remain in the house. അതുകൊണ്ട് നിങ്ങൾ ഭവനത്തിൽ തന്നെ ആയിരിക്കണം. Even the prodigal son came back to the house. അതുകൊണ്ടാണ് മുടിയനായ പുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നത്. It's time for us to return to the house. നമ്മൾ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി We വരണം. need to be part of the house. നമ്മൾ ആ ഭവനത്തിന്റെ പങ്കാളികളാവണം. Let me ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. When our children get angry, നമ്മുടെ മക്കൾ ദേഷ്യപ്പെടുമ്പോൾ they say, I'm leaving. ഞാൻ പോവാന്ന് പറയും. They go out. അവർ വെളിയിൽ പോവും. Half an hour later, അരമണിക്കൂർ they're still standing at the gate, ആ ഗേറ്റിംഗ് നിപ്പുണ്ടാവും. looking if you'll call them. നമ്മൾ വിളിക്കോ ഇല്ലയോ നോക്കി നിൽക്കും. Don't call. വിളിക്കണ്ട. When it starts to get dark, ഇച്ചിരി ഇരുട്ടായി തുടങ്ങുമ്പോൾ they slowly walk back by themselves. അവർ തന്നെ തിരിച്ചു വരും. If you come back into the house, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ there's protection, അവിടെ നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമുണ്ട്. there's food, അവിടെ ആഹാരമുണ്ട്. there's comfort. അവിടെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി. See, you need to understand. നമ്മൾ മനസ്സിലാക്കണം. You want protection? നിങ്ങൾക്ക് സൂക്ഷ്മത വേണോ? God made a promise to Abraham ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് in Genesis 15. ഉൽപ്പത്തി പുസ്തകം 15, I am your shield and I am your reward. ഞാനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിങ്ങൾക്ക് റിവാർഡ് I'll നൽകുന്നതും. put a wall around you ഞാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ കെട്ടും. and I will bless you. I'll make your life comfortable. ഞാൻ നിങ്ങളുടെ ജീവിതം സുഖമുള്ളതാക്കി തീർക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. If you are in the house, നിങ്ങൾ ഭവനത്തിലാണെങ്കിൽ you will experience that. നിങ്ങൾക്ക് അതെല്ലാം അനുഭവിക്കുവാൻ കഴിയും. That's why the devil tries to speak to get us out. അതുകൊണ്ടാണ് പൈശാചികൻ നമ്മളോട് സംസാരിച്ച് നമ്മളെ പുറത്തു ചാടിക്കാൻ നോക്കുന്നത്. Devil is having a party. പൈശാചികന് ഇപ്പോൾ സന്തോഷമാണ്. Now the Philistines said, let's bring Samson here അവരെല്ലാരും പറഞ്ഞു നമുക്ക് ശിംശോനെ കൊണ്ടുവരാം. in between the party and mock him. ഇതിനിടെ കൊണ്ടുവന്ന് നമുക്ക് അവനെ പരിഹസിക്കാം. So he's being brought over there. അങ്ങനെ ശിംശോനെ നടുക്ക് കൊണ്ടുവന്നു. And it says like this, അവിടെ ഇപ്രകാരം പറയുന്നു, verse 26. 26 വാക്യം. And Samson said to the servant, അവിടെ പറയുന്നത് ശിംശോൻ തന്റെ കൈ പിടിച്ച ബാല്യക്കാരനോട്, he's saying to him, suffer me that I may feel the pillars whereupon this house standeth. അവിടെ അവൻ പറയുന്നത് ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് താൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. He's saying, help me put my hands on the pillar that I may rest. അവിടെ പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ ആ തൂണിൽ പിടിച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണം. He is coming back. Samson is coming back. ശിംശോൻ മടങ്ങി വരികയാണ്. Because his father's name is Mano. തന്റെ പിതാവിന്റെ പേര് മനോ എന്നാണ്. The word Mano means place of rest. മനോവ എന്ന് പറയുന്നത് സ്വസ്ഥതയുടെ ഒരു സ്ഥലം. That means you don't have to do it in your own strength. കാരണം തന്റെ ബലത്തിൽ താൻ തന്നെ ഒന്നും ചെയ്യേണ്ട. Now Samson is not a very strong muscle man. ശിംശോൻ എന്ന് പറയുന്നത് വളരെ വലിയ ബലമുള്ള ഒരു മനുഷ്യനൊന്നും അല്ല. Because you all think he is a man with big muscles. നമ്മളൊക്കെ ചിന്തിക്കുന്നത് തന്നെ താൻ ഒരുപാട് ബലമുള്ള ഒരു മനുഷ്യനാണ്. No, he doesn't have muscles. അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു It മനുഷ്യനല്ല. was the anointing on his life that helped him do things. തന്റെ ജീവിതത്തിലുള്ള അഭിഷേകമാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. Because when his hair was cut off, തന്നെ മുടി മുറിച്ചു കളഞ്ഞപ്പോൾ it was not his muscles that was helping him before. ആ സമയത്ത് തന്നെ മസിൽസ് ഒന്നും അല്ല തന്നെ സഹായിച്ചത്. So you need to know one thing. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. It's not your education. നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല, It's not your money. നിങ്ങളുടെ പൈസയല്ല, It's not your qualification. നിങ്ങളുടെ യോഗ്യതകളല്ല, It's the anointing that makes the way. അഭിഷേകമാണ് കാര്യങ്ങളെ വഴി നമുക്ക് വേണ്ടി Therefore you തുറക്കുന്നത്. got to remain under the anointing. അതുകൊണ്ട് നമ്മൾ അഭിഷേകത്തിന് കീഴെ നമ്മളായിരിക്കണം. As he is there standing over there, അവിടെ താൻ നിൽക്കുമ്പോൾ he's saying to this servant boy അവിടെ ആ ബാല്യക്കാരനോട് പറയുകയാണ് to help him put his hands തന്റെ കൈ ഒന്ന് വെക്കണം, so he can come to the place of rest. അതുകൊണ്ട് സ്വസ്ഥത ആ സ്ഥലത്തൊന്ന് വരണം. That means if you are at rest, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടെങ്കിൽ God will do the rest. ദൈവം ബാക്കിയെല്ലാം ചെയ്തോളൂ. That means you don't need to do it. അതിനർത്ഥം നമ്മളൊന്നും ചെയ്യേണ്ട. It's not by might, അത് എന്റെ ബലമല്ല, not by power, എന്റെ ശക്തിയല്ല, but by his spirit. ഞാൻ ദൈവത്തിന്റെ So I ആത്മാവിന്റെ just ശക്തിയാണ്. got to be in a place of rest. ഞാൻ ആകേണ്ടത് ദൈവത്തിന്റെ സ്വസ്ഥതയുള്ള That സ്ഥലത്താണ്. God will do it. ദൈവം എനിക്ക് വേണ്ടി അത് God ചെയ്യും. will perform a miracle. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. I told my daughter, ഞാൻ എന്റെ മകളോട് പറഞ്ഞു, she was going to go to the uni. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. I have told in this church before, ഞാൻ ഈ സഭയിൽ നേരത്തെയും my പറഞ്ഞു, daughter studies in one of the best schools in the world. ഈ ലോകത്തിലുള്ള ഒരുവിധ നല്ല കോളേജിലാണ് എന്റെ മകൾ പഠിക്കുന്നത്. In the schools that she studied was in Oxford, ഓക്സ്ഫോർഡിലുള്ള ഒരു സ്കൂളാണ്. without paying a single money. അതിനു വേണ്ടി ഞങ്ങൾ ഒരു കാശ് പോലും മുടക്കിയിട്ടില്ല. The fees for 7 years ആ 7 വർഷത്തെ ഫീസ് was 250,000 pounds. 250,000 പൗണ്ടുകളാണ്. 250,000.
2,50,000. We didn't pay a single penny. ഞങ്ങൾ ഒരു കാശ് പോലും മുടക്കിയിട്ടില്ല. They paid us അവർ ഞങ്ങൾക്ക് തന്നു for her to study. പഠിക്കുവാൻ വേണ്ടി. She was going to uni. അവിടെ യൂണിവേഴ്സിറ്റി പോയപ്പോൾ And she said, Dad, അപ്പ we have to take a loan. ഞങ്ങൾക്ക് ലോൺ വേണം. I said, no. ഞാൻ പറഞ്ഞില്ല. I said, Jesus still provides. യേശു നിനക്ക് വേണ്ടി കരുതും. She got into one of the best colleges in the world now. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ലൊരു കോളേജിലായിരിക്കുന്നു താൻ. She's not paying anything. അവിടെയും താൻ ഒരു ഫീസ് കൊടുക്കുന്നില്ല. Just a little bit. ഒരിച്ചിരി ഫീസ്. Just a little bit. ഒരിച്ചിരി പണം. But that money even is coming back. പക്ഷെ അത് തിരിച്ചു വരുന്ന പണം. Because you know why? കാരണം Because I said to her, കാരണം ഞാൻ പറഞ്ഞു, you will study, നീ പഠിക്കും, but you will never have debt in your life. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കടം ഉണ്ടാകുകയില്ല. I said, you have been faithful to God. നീ ദൈവത്തോട് വിശ്വസ്തയായിരുന്നു. God will be faithful to you. ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കും. I said, so don't stress in your life. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ വളരെ വിഷമിക്കേണ്ട. Her fees is $32,000 32,000 ആണ് തന്റെ ഫീസ്. in US. യുഎസില് In one of the best colleges in the world. ലോകത്തിലെ ഒരു വലിയ കോളേജാണത്. Nothing to pay. അവിടെ ഒന്നും ഫീസ് We are കൊടുക്കണ്ട. getting everything. അവിടെ എല്ലാം ലഭിക്കും. Some friends of mine found out. അവിടെ എന്റെ സുഹൃത്തുക്കൾ കണ്ടുപിടിച്ചു. They send blankets. അവര് ബ്ലാങ്കറ്റ് They കൊടുക്കും, send bed sheets. അവിടെ ബെഡ്ഷീറ്റ് കൊടുക്കും. Shaji Chan ഇവിടെ വന്നായിരുന്നു. My friend Shaji Pastor, ഷാജി പാസ്റ്റർ who's a prophet, താൻ ഒരു പ്രവാചകനാണ്. he said to me, അദ്ദേഹം എന്നോട് പറഞ്ഞു, Blessing, not even a pen you will have to buy. എന്നോട് പറഞ്ഞു, ഒരു പേന പോലും നീ വാങ്ങിക്കേണ്ടി വരികയില്ല. We opened the box. ഞങ്ങൾ ബോക്സ് തുറന്നു. Even the pens were there. അതിനകത്ത് പേന വരെ ഉണ്ടായിരുന്നു. Golden color. നല്ല സ്വർണ്ണ നിറത്തിലുള്ള If പേന. you have allergy, that is your problem, not mine. നിങ്ങൾക്ക് സ്വർണം വേണ്ടെങ്കിൽ വേണ്ട. I know one thing. ഞാൻ ഒരു കാര്യം അറിയുന്നു, God knows how to provide. ദൈവത്തിന് എങ്ങനെ നൽകണമെന്നറിയാം. God is not looking for you to live in debt. ദൈവം നിങ്ങൾ കടത്തിലാകുവാൻ ആഗ്രഹിക്കുന്നില്ല. Pastor, we are working hard. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. Double shift. 2 ഷിഫ്റ്റുകൾ, Double salary. 2 ശമ്പളങ്ങൾ. But still we are not getting out. എന്നാലും എല്ലാം പ്രശ്നമാണ്. You need to come to a place of rest നിങ്ങൾ സ്വസ്ഥതയുടെ ആ സ്ഥലത്തിലേക്ക് and വരണം. allow God to do the work. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കണം. I have said this in your church before, but let me say it before I close. ഞാൻ നേരത്തെ ഈ സഭയിൽ ഇത് പറഞ്ഞാണ്, ഞാൻ വീണ്ടും ഒരിക്കൽ പറയുന്നു. Debt, DEBT. നമ്മൾ പറയുന്ന കടം. Doing everything but tithing. എല്ലാം ചെയ്യുന്നു, എന്നാൽ നമ്മൾ ദശാംശം കൊടുക്കുന്നില്ല. You'll deal with that later. നമുക്കത് വേറൊരു ദിവസം സംസാരിക്കാം. Do you give your tithe? നിങ്ങളുടെ ദശാംശം കൊടുക്കാറുണ്ടോ? Now, do you break your tithe? നിങ്ങളുടെ ദശാംശം മുറിക്കാറുണ്ടോ? Don't break your tithe. നിങ്ങളുടെ ദശാംശം മുറിക്കരുത്. Because it says bring the whole tithe. ബൈബിൾ വേദോസം പറയും നിങ്ങളുടെ മുഴുവൻ ദശാംശം. If you want to break your tithe, നിങ്ങളുടെ ദശാംശം നിങ്ങൾ പങ്കിട്ടാൽ, how many of you would like to have a car that's broken? എത്ര പേർക്ക് ഒരു പൊട്ടിയ കാർ വേണം? You want a broken car? നിങ്ങൾക്ക് ഒരു കേടുപാടുള്ള ഒരു കാർ. God, give me a new car. ദൈവം ഒരു പുതിയ കാർ God തരണം. gives you a car. ദൈവം ഒരു കാർ തന്നു, And the engine is missing. അതിന്റെ എഞ്ചിൻ ഇല്ല. How many of you will be happy with that? എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ടാകും? Don't give half. നിങ്ങൾ പകുതി കൊടുക്കരുത്. Half here, half there. ഇവിടെ പകുതി, അവിടെ പകുതി. It says bring your whole. അവിടെ പറയുന്നത് മുഴുവൻ. Oh. Some of you are going to get mad at me. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നും. That's okay. സാരമില്ല. I have my car ready. എന്റെ കാർ റെഡിയാണ്. It's full. അത് ഫുള്ളാണ്. Costco is good to me. ഇവിടെ കോസ്കോ ഉണ്ട്. So I fill it up full. ഞാൻ അതുകൊണ്ട് ഫുൾ അടിക്കും. I never allow my car to have less than half fuel. ഞാൻ ഒരിക്കലും എന്റെ വണ്ടിയിൽ പകുതിയിലേക്ക് താഴെ പെട്രോൾ അടിച്ചു വെക്കാറില്ല. Because I don't believe in poverty. കാരണം എനിക്ക് ദാരിദ്ര്യം ഇഷ്ടമല്ല. I believe in the blessing. ഞാൻ അനുഗ്രഹത്തിൽ Because വിശ്വസിക്കുന്നു. I don't want to sing Sion Sanjari and push the car. ഞാൻ ഈ പാട്ടും പാടി വണ്ടി തള്ളണം എന്ന് ആഗ്രഹിക്കുന്നില്ല. I have done it few times. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. I learned my lesson. ഞാൻ എന്റെ പാഠങ്ങൾ പഠിച്ചു. You give your tithe here. നിങ്ങളുടെ ദശാംശം ഇവിടെ You send കൊടുക്കുക. half your tithe to India. നിങ്ങളുടെ ബാക്കി ദശാംശം ഇന്ത്യയിലേക്ക് അയക്കുന്നു. Don't do that. അത് ചെയ്യരുത്. This is your house now. ഇതാണ് നിങ്ങളുടെ ഭവനം. You give your tithe here now. ഇവിടെ നിങ്ങളുടെ ദശാംശം കൊടുക്കണം. Say amen. ആമേൻ. I know it's difficult. They have tea and coffee after the meeting. If amen is stuck in your throat. I want you to be blessed. എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. I want you to be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. Oh, but our pastor in India. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ പാസ്റ്റർ Can send him an offering if you want. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്തോത്രം Not അയക്കാം. your tithe. നിങ്ങളുടെ ദശാംശം അയക്കരുത്. Your tithe belongs to the house where you are part of. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ ഭവനത്തിലാണ് നിങ്ങളുടെ ദശാംശം വരേണ്ടത്. Second, let the pastor in India even grow. നിങ്ങളുടെ നാട്ടിലുള്ള ദേവദാസനും വളരട്ടെ. He should not be depending on your money.
നിങ്ങളുടെ പണത്തിൽ അദ്ദേഹവും നിൽക്കരുത്. Because you're not his source, Jesus is his source. കാരണം നിങ്ങളല്ല ആരുടെയും സ്രോതസ് ദൈവമാണ്. Okay, let me go fast. ഞാൻ മുൻപോട്ട് പോകട്ടെ. And he started to pray. അങ്ങനെ താൻ പ്രാർത്ഥിച്ചു തുടങ്ങി. Verse 28. 28-ാം വാക്യം. Look what Samson does. അവിടെ ശിംശോൻ എന്താണ് ചെയ്തത്? And Samson prayed, it says. അപ്പോൾ ശിംശോൻ പ്രാർത്ഥിച്ചു. He called upon the Lord. കർത്താവായ യഹോവയോട് പ്രാർത്ഥിച്ചു. He's lost his purpose. തന്റെ ദർശനമെല്ലാം പോയി. He's lost his call. തന്റെ വിളി പോയി. He was called to be a leader. ഒരു നേതാവാകാൻ ദൈവം വിളിച്ചു. But now he's recognized that he made a mistake. നമുക്കറിയാം താൻ പാപം ചെയ്തതുകൊണ്ട് താൻ അന്ധനായിരിക്കുന്നു. Going back to the source. താൻ അതുകൊണ്ട് എവിടെ നിന്ന് ആരംഭിച്ചോ അതിലേക്ക് മടങ്ങി പോവുകയാണ്. And getting into the presence. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു And he prayed. ഇങ്ങനെ പ്രാർത്ഥിച്ചു. If you can pray, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ you can turn കഴിയുമെങ്കിൽ things around. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും. Samson was a prayer answer to the mother. ശിംശോൻ എന്ന് പറയുന്നത് തന്റെ മാതാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ്. So same as Samson is saying, not my mother's prayer, now my prayer has to work. ഇപ്പൊ ശിംശോൻ പറയുകയാണ് എന്റെ മാതാവിന്റെ പ്രാർത്ഥനയല്ല എന്റെ പ്രാർത്ഥനയാണ് ഇപ്പം വേണ്ടത്. You cannot live on your pastor's prayer. നിങ്ങളുടെ പാസ്റ്ററുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. How many of you know if you call 3 mobile? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം 3 മൊബൈലിൽ വിളിച്ചാൽ? You call some other mobile. നിങ്ങൾ ഏതെങ്കിലും മൊബൈലിൽ വിളിച്ചാൽ Customer service. കസ്റ്റമർ സർവീസിന് വിളിച്ചാൽ It goes to India. അത് ഇന്ത്യയിലേക്ക് പോകും. This is how we do it these days. ഈ നാളുകളിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. We don't want to pray. നമുക്ക് പ്രാർത്ഥിക്കണ്ട. So we outsource our prayer to our pastor. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പാസ്റ്ററെ ഏൽപ്പിക്കും. Pastor, you pray. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ. Offshore. But this is inshore. So pastor, you pray. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമേ. I have a man call me up regularly. എനിക്കറിയാം ഒരു ആൾ എന്നെ റെഗുലർ ആയിട്ട് വിളിക്കാറുണ്ട്. പാസ്റ്ററെ ശക്തമായി പ്രാർത്ഥിക്കണം. പാസ്റ്ററെ പ്രാർത്ഥിക്കണേ. Pastor, fast and pray. പാസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിക്കണേ. For you I have to fast. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവസിക്കണോ? Why should I fast for you? ഞാൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കേണ്ടത്? Why don't you pray? നിങ്ങൾ എന്തുകൊണ്ട് Why don't you fast? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപവസിച്ചൂടാ? I believe in coming in agreement. നമ്മൾ ഒരുമയോട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He will pray. താൻ പ്രാർത്ഥിക്കും. But do you pray yourself? നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ടോ? That's what we need to do. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. That's why thank you for praying. പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. I believe in that prayer. ഞാൻ ആ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. Now I'm going to follow it up with my time in the presence of God. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണ്. Because I'm going to come back with the answer to you. കാരണം ഉത്തരവുമായിട്ട് ഞാൻ മടങ്ങി വരാൻ പോവുകയാണ്. Where we will glorify God. ഞങ്ങൾ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്ന What did he pray? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ Oh sovereign Lord. അവിടെ പറയുന്നത് സ്വർഗ്ഗസ്ഥനായ ദൈവമേ. Oh Lord God, it says in this version. ഇവിടെ പറയുന്നത് സ്വർഗ്ഗസ്ഥനായ ദൈവമേ. Oh sovereign Lord. അവിടെ പറയുന്നത് കർത്താവായ യഹോവേ. Recognizing him as the king. അവിടെ ദൈവം രാജാവാണെന്ന് താൻ മനസ്സിലാക്കിയാണ്. Not his strength, തന്റെ ബലമല്ല, but king. ദൈവം രാജാവാണെന്ന്. Until you don't recognize him as the king. ദൈവത്തെ നിങ്ങൾ രാജാവായിട്ട് കാണാത്തടത്തോളം കാലം I saw the Lord seated on the throne, Isaiah says. യെശയ്യാവ് പറയുന്നത് ദൈവം സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. You have to recognize him first as the king of kings and the lord of lords. നമ്മൾ ദൈവത്തെ രാജാവായിട്ടും ദേവാദി ദൈവമായിട്ട് നമ്മൾ കാണണം. You need to humble yourself in the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കണം. Giving him the praise. ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കണം. Giving him the glory. ദൈവത്തിന് മഹത്വം കൊടുക്കണം. And when you do that, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ when you pray, അത് പ്രാർത്ഥിക്കുമ്പോൾ remember me. എന്നെ ഓർക്കണമേ. Hang on, God. ഞാൻ മരിക്കാൻ I am that same child. ഞാൻ ഇപ്പൊ എല്ലാം ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Lord, I am that same child. ദൈവമേ ഞാൻ അതേ പൈതലാണ്. That was promised to my mother. എന്റെ മാതാവിനോട് തന്ന ആ വാഗ്ദത്ത സന്തതി ഞാനാണ്. I was born out of a covenant word. ദൈവമേ ഒരു വാഗ്ദത്ത പ്രകാരമാണല്ലോ ഞാൻ ഉണ്ടായത്. Remember me, Lord. ദൈവമേ എന്നെ ഓർക്കണമേ. Some of us need to remind God. നമ്മളിൽ ചിലർ ദൈവത്തെ ഓർപ്പിക്കണം. God, remember me. ദൈവമേ എന്നെ ഒന്ന് ഓർക്കണം. Lord, I am your favorite child. ദൈവമേ ഞാൻ നിന്റെ പുത്രനാണ്. I am the one who worshipped you before. ഞാൻ നിന്നെ മുൻപേ ആരാധിച്ച പൈതലാണല്ലോ. I may have walked away. ഞാൻ മാറിപ്പോയേക്കാം. I may have become a cold Christian. ഞാൻ ഒരു പക്ഷെ തണുത്തു പോയേക്കാം. But I am coming back. പക്ഷെ ഞാൻ മടങ്ങി വരിക.
പറയുകയാണ്. As the song goes, ദൈവമേ, ആ മകൻ പറയുന്നത് പോലെ the song says, ഈ പാട്ടിങ്ങനെ പറയുന്നു. as the music fades, ആ പാട്ട് ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ, all is stripped away. എല്ലാം മുറിഞ്ഞല്ല തീർന്നു എന്ന് I തോന്നുമ്പോൾ, simply come with a heart of worship. ഞാൻ ആരാധനയുടെ ഹൃദയമായി നിന്റെ സന്നിധിയിലേക്ക് കടന്നു I വരുന്നു. am coming back to you, ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നു. recognizing you are the king. നീ രാജാവാണെന്ന് ഞാൻ ഓർക്കുന്നു. You are the shepherd. നീയാണ് ഇടയൻ, I am the sheep. ഞാനാണ് You കുഞ്ഞാട്. are the potter. നീയാണ് എന്നെ I am the ഉണ്ടാക്കിയത്, clay. ഞാനാണ് You are the മൺപാത്രം. master. നീയാണ് I am രാജാവ്, the servant. ഞാനാണ് You are the father. നീയാണ് പിതാവ്, I am the son. ഞാനാണ് മകൻ, I am your favorite child, O Lord. ഞാനാണ് നിന്റെ പ്രിയപുത്രൻ. And I come into your presence. ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു Remember വരുമ്പോൾ me. എന്നെ ഓർക്കണമേ. Remember the promises that you made to me. എന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ ഓർക്കണമേ. You need to remind God. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ അത് ഓർപ്പിക്കണം. Martin Luther said like this. മാർട്ടിൻ ലൂഥർ ഇപ്രകാരം പറഞ്ഞു, Remind God of his promises ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ ദൈവത്തെ so ഓർപ്പിക്കണം. that he will have to do it for you. കാരണം ദൈവം അത് ഓർത്ത് നമുക്ക് വേണ്ടി ചെയ്യണം. He said, remember me, Lord. അവൻ പറഞ്ഞു, എന്നെ ഓർക്കണമേ. I'm a child of the covenant, ഞാൻ ഉടമ്പടിയുടെ പുത്രനാണ്, child of the promise. ഞാൻ വാഗ്ദത്ത പുത്രനാണ്. But now I'm asking for strength. എന്നാൽ ഇപ്പോൾ ഞാൻ ബലം ചോദിക്കുന്നു. He did not ask for strength. ഇവിടെ ബലത്തിനല്ല ചോദിച്ചത്. അവിടെ ആദ്യം പറയുന്നത്, First he recognized him as the king. അവിടെ ആദ്യം താൻ രാജാവെന്ന് അറിയുന്നു. Reminded God who he is. താൻ ആരെന്ന് ദൈവത്തെ ഓർപ്പിക്കുന്നു. As he's coming back, താൻ മടങ്ങി വരുമ്പോൾ then he's asking for strength. അതിനുശേഷമാണ് താൻ ബലം ചോദിക്കുന്നത്. You want strength of God in your life? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ബലം വേണോ? All you need to do is get into his presence. ആകെ ചെയ്യേണ്ട ഒരേ കാര്യം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. Recognize him as the king. ദൈവത്തിന്റെ രാജാവ് നമ്മൾ Speak the മനസ്സിലാക്കുക. promises of God over your life. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രസ്താവിക്കുക. Declare his promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രസ്താവിക്കുക. And when you start to do that, അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ God will strengthen your feet. ദൈവം നമ്മുടെ കാലുകളെ God will ബലപ്പെടുത്തും. strengthen your hands. ദൈവം നമ്മുടെ കരങ്ങളെ And he ബലപ്പെടുത്തും. says, Lord, give me strength once more. ശിംശോൻ പറഞ്ഞു, ഒരിക്കൽ കൂടി എനിക്ക് ആ ബലം നൽകണമേ, Strengthen me. എന്നെ ബലപ്പെടുത്തണമേ. And once again, ഒരിക്കൽ കൂടെ he was asking God for a second chance. രണ്ടാമത് ഒരു ആ ചാൻസ് കൂടെ It's ചോദിച്ചു. time for us to get into the presence of God നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരേണ്ട and സമയം ask വന്നു. God, one more chance. ദൈവത്തോട് ഒരിക്കൽ കൂടി നമ്മൾ One more ചോദിക്കണം. chance. ഒരിക്കൽ കൂടി ഞാൻ എനിക്ക് This തരണമേ. time, ഈ സമയം Samson did more damage in the Philistines' camp. ഈ സമയത്ത് ഫിലിസ്തീയർക്ക് ചെയ്ത ദ്രോഹം വളരെ വലുതായിരുന്നു. My prayer എന്റെ പ്രാർത്ഥന in the second half of this year, ഈ വർഷത്തിന്റെ രണ്ടാം ഭാഗത്തില് I pray ഞാൻ you പ്രാർത്ഥിക്കുന്നു, will do more damage നിങ്ങൾ ഒരുപാട് ദ്രോഹം to ചെയ്യുന്നത് the kingdom of hell പൈശാചിക ശക്തികളോടായിരിക്കും. because you are a praying person. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു You are വ്യക്തിയാണ്. seeking the face of God. നിങ്ങൾ ദൈവത്തിന്റെ മുഖം And as you അന്വേഷിക്കുന്നു. do that, നിങ്ങൾ അത് may ചെയ്യുമ്പോൾ you see the glory and the power of the Lord. ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ May his anointing fall upon you ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ മേൽ and വ്യാപരിക്കും. shatter every yoke over your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല കെട്ടുകളെ ദൈവം പൊട്ടിക്കും. This morning, ഈ I പ്രഭാതത്തിൽ want you to close your eyes. നിങ്ങൾ എല്ലാവരും കണ്ണുകൾ I want you to അടയ്ക്കുക. seek the Lord. ഞാൻ നിങ്ങൾ ദൈവം അന്വേഷിക്കും. Remind God of his promises. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ ഓർക്കുക. He said you will be the head and not the tail. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തലയാക്കും വാലല്ല. He said you will not borrow but you shall lend money to nations. ദൈവം പറഞ്ഞു, നിങ്ങൾ കടം വാങ്ങിയില്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ പണം Oh, കൊടുക്കുന്നവരാകും. it's time to remind God. ദൈവത്തെ നമ്മളൊന്ന് ഓർപ്പിക്കണം. Don't ask for strength now. ഇപ്പോൾ നിങ്ങൾ ബലം ചോദിക്കേണ്ട. Remind God of his promises. ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നമ്മൾ ഓർപ്പിക്കുക. Tell him that he's the King of kings and the Lord of lords. ദൈവത്തോട് പറയുക, നീ രാജാതി രാജാവും ദൈവാതി ദൈവവുമാണ്. Give him glory. നല്ല Honor his മാനവ name. ദൈവത്തിന്റെ നാമത്തെ And ആദരിക്കുക. then get into that battle. എന്നിട്ട് വേണം യുദ്ധകളത്തിൽ നമ്മൾ To ഇറങ്ങാൻ. fight the fight. നമ്മൾ യുദ്ധം ചെയ്യുവാൻ. And say like Paul, പൗലോസ് പറഞ്ഞ I പ്രകാരം, have fought a good fight. ഞാൻ നല്ല പോർ പൊരുതി, I have run a good race. ഞാൻ നല്ല പോലെ ഓടി. You can only do it അത് ചെയ്യണമെങ്കിൽ with the strength and the grace of God. ദൈവത്തിന്റെ ബലത്താലും ദൈവത്തിന്റെ കൃപയാലെ അത് Come on, just സാധ്യമാണ്. open up your mouth and pray. ആമേൻ. നമുക്കെല്ലാം നമ്മുടെ വായികളെ Open your mouth and pray. സ്തോത്രം ചെയ്യാം. God is looking for praying people. ആമേൻ. ദൈവം പ്രാർത്ഥിക്കുന്നവരെ നോക്കുന്നു. God is looking for saints who will seek his face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരെ ദൈവം നോക്കുന്നു. My Bible says, എന്റെ വേദപുസ്തകം പറയുന്നു, pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിക്കുക. It is the will of God. ദൈവ ഹിതപ്രകാരം പ്രാർത്ഥിക്കുക. Let's pray.
നമുക്ക് Because പ്രാർത്ഥിക്കാം. we need a breakthrough. കാരണം നമുക്കൊരു വിടുതൽ We need ആവശ്യമുണ്ട്. a change. നമുക്കൊരു വ്യത്യാസം ആവശ്യമുണ്ട്. Your prayers നമ്മുടെ പ്രാർത്ഥന will bring a breakthrough in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ Your നൽകും. prayers നമ്മുടെ പ്രാർത്ഥന will bring deliverance in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകും. Your prayers നമ്മുടെ പ്രാർത്ഥന move the hand of God. ദൈവത്തിന്റെ In കരത്തിൽ the name of പ്രവർത്തിക്കും. Jesus. യേശുവിന്റെ In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ നാമത്തിൽ Right now, ഇപ്പോൾ as തന്നെ we seek your face, ദൈവത്തിന്റെ മുഖം as we അന്വേഷിക്കുമ്പോൾ worship you as the King, ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. I pray that your presence will fall in this place. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി Because we വരും. are your children, O Lord. കാരണം നമ്മൾ ദൈവത്തിന്റെ പൈതങ്ങളാണ്. You love us, Lord. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. In the name of Jesus, യേശുവിന്റെ every നാമത്തിൽ wall to fall down, എല്ലാ മതിലുകളും ഇടിഞ്ഞു every വീഴും. stronghold to be destroyed in Jesus' എല്ലാ name. ബലമുള്ള കരങ്ങളും താണു വീഴും. Come, Holy Spirit. യേശുവിന്റെ പരിശുദ്ധാത്മാവ് Come, Holy Spirit. പരിശുദ്ധാത്മാവ് വന്നാൽ Come, Holy Spirit. പരിശുദ്ധാത്മാവെ വരണമേ. Mighty way. വളരെ ശക്തമായി Mighty വരണമേ. way. ശക്തമായി This വരണമേ. place right now. ആമേൻ. ഈ സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. And do your work, O Lord. ദൈവമേ നിന്റെ പ്രവർത്തികളെ Do your ചെയ്യണമേ. work, O Lord. ദൈവമേ നിന്റെ പ്രവർത്തികളെ Once ചെയ്യണമേ. again. ഒരിക്കൽ കൂടെ Once again. ഒരിക്കൽ കൂടെ Once again. ഒരിക്കൽ കൂടെ Like the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ നിന്ന പോലെ Once again. ഒരിക്കൽ കൂടെ In this place. ഈ സ്ഥലത്തില് In the name of Jesus. യേശുവിന്റെ നാമത്തില് In Jesus' name. യേശുവിന്റെ നാമത്തില് In Jesus' name. യേശുവിന്റെ നാമത്തില് Lord, we give you all glory. ദൈവമേ സകലമാനവും We മഹത്വവും honor your name. നിന്റെ നാമത്തെ And ഞങ്ങൾ I thank you സ്തുതിക്കുന്നു. that you turn things around. നീ കാര്യങ്ങളെല്ലാം മാറ്റിയതൊത്ത് What the enemy meant for evil, ദുഷ്ടൻ നഷ്ടത്തിന് വേണ്ടി you ചെയ്തതെല്ലാം will turn it for good. എല്ലാം നന്മയ്ക്കായി ദൈവം We ചെയ്തു. thank you. We give you glory. ദൈവമേ എല്ലാത്തിനും നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. In Jesus' mighty name I pray. യേശുവിന്റെ ശക്തമുള്ള നാമത്തിൽ തന്നെ Amen. ആമേൻ.